സാധ്യത ഭയങ്കര കഞ്ചാവാണ്, ലൊക്കേഷൻ കണ്ട സമയത്ത് വരത്തില്ല, ആർട്ടിസ്റ്റൊക്കെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഈ ഇൻസൾട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന ആൾക്കാർ പറയുന്നിടത്താണ് നമുക്ക് പവർ കയറുന്നത്. അത് ചെയ്ത് കാണിക്കണം എന്നുള്ള തോട്ട് എനിക്ക് എപ്പോഴും വരാറുള്ളത്. പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഹിന്ദി സിനിമ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരു ആക്ഷൻ സിനിമ ഉർവശി ചേച്ചിനെയും ബിന്ദു പണിക്കരെയും വിൻസി അലോഷിനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനുകളും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഷീമാട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാരണം ബീന കണ്ണൻ എന്ന് പറയുന്ന അതിൻ്റെ ഓണറാണ്. ബാക്കി ഏത് കമ്പനി പോയാലും ഒരു 100,000 ആൾക്കാരുണ്ടാവും ഡിസിഷൻസ് പറയാൻ. ബീനാമ്മ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഡ് ഓക്കെയാണ്. എന്നിട്ട് ബീന വന്ന് എൻ്റെ അഡ്വർടൈസിങ് കണ്ട സിനിമ പോലെ ഇരിക്കണമെന്നാണ് പറയുന്നത്. നീ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയാതെ എങ്ങോട്ടാ പോകണ്ടേന്ന് പറ. ഞങ്ങൾ റാപ്പൊക്കെ ഞങ്ങളാണ് ആദ്യം സാരികളുടെ പരസ്യത്തിൽ ഇപ്പം ഷിഫോ ഷിമാട്ടിൽ അത് റാപ്പൊക്കെ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നെ ഒരു ദിവസം ഫാദർ വിളിച്ചിട്ട് പറഞ്ഞു, നീ നാട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച തന്നെ നിശ്ചയമാണെന്ന് പറഞ്ഞു. എനിക്കെന്തെങ്കിലും 22 വയസ്സേ ഉള്ളൂ. ഒരു പച്ച പാൻറ്റും പച്ച ഷർട്ടും, മനസ്സിലായില്ലേ, ഒരു ബെൽറ്റ്, ഒരു ആമത്തല ഷൂസും. ഈ പെണ്ണിൻ്റെ ഉമ്മ വന്ന് നോക്കിയിട്ട് ഒരു വല്ലാത്ത റിയാക്ഷൻ എന്നിട്ട് പോയി. അതിനുശേഷം നിശ്ചയം ഉറപ്പിച്ച ആൾക്കാർ വിളിച്ചില്ല. ഞാൻ അത് രക്ഷപ്പെട്ടു. ഞാൻ നേരെ കോയമ്പത്തൂരിലോട്ട് പോയി. കോയമ്പത്തൂർ പോയപ്പോൾ ഒരു സിംഗിൾ കോൾ, ആപ്പൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. ജനുവരി എങ്ങാണ്ട് 20-ാം തീയതി കല്യാണം. ഞാൻ വെച്ചു ഓക്കെ. ഡിസംബർ 30 കല്യാണം നടത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു മഹാഭാരതമാണ്. ആ കോളേജിൽ പോയ അനുഭവമാണ് ഇടി എന്ന സിനിമയായിട്ട് എൻ്റെ ഫസ്റ്റ് ഡയറക്ടർ ഡെബ്യൂട്ടായിട്ട് മാറിയത്. എനിക്ക് അതിന്നൊരു ബ്രൗഷർ വന്നു. ആ ബ്രൗഷറിലാണെങ്കിൽ ഫുള്ള് പിസ്സ കഴിച്ചിട്ട് പെൺകുട്ടികളിരിക്കുന്ന ക്യാൻറ്റീൻ. ഞാൻ എൻ്റെ ദൈവം ഇത് കൊള്ളാലോ, അപ്പോൾ ഞാൻ അത് പഠിച്ചില്ലെങ്കിലും പിഴക്കാം പോയതാ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് ഇറങ്ങി നോക്കുമ്പം ഒരു ഒറ്റ ബ്ലോക്ക് ബിൽഡിംഗ് ഒരു മലയുടെ മേളിൽ. ബ്രൗഷറിൽ കണ്ട ഒന്നും അവിടെ കാണുന്നില്ല. ഞാനിവിടെ പഠിക്കത്തില്ല. Malayalam cinema is a tapestry of stories, music, and faces, and the people who give life to them. Today's guest is not only an actor, but a director, producer, music composer, and a true cinema maker. Born in Alappuzha, Kerala, he has worn many hats in the world of Malayalam films. From acting in beloved films like Collector, Friday, and Bangalore Days, to directing mainstream cinema like Idi, Inspector Dawood Ibrahim, Mohanlal, and Kalb. His journey is full of passion and versatility. He is also the founder of CP Film Productions, a voice that pushes cinema forward. Welcome to Shine with Nalan, and welcome Sajid Dahiya. Welcome to the show. താങ്ക് യു ഷെഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും ഒരു സൗഹൃദവും ഒക്കെയാണ് എനിക്ക് സാജിദ് ദഹിയ. താങ്ക് യു. വളരെ ലിമിറ്റഡ് കാര്യങ്ങളാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഒരുപാട് എക്സിബിറ്റ് ചെയ്യാൻ ബാക്കി നിൽക്കുന്ന ഒരു വെർസറ്റൈൽ പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. താങ്ക് യു. എങ്ങനെയായിരുന്നു ഈ ഫിലിം ജേണി? അല്ല, ജേണി എന്ന് പറയാനാണെങ്കിൽ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സ്കൂളിൽ നിന്നാണോ? സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു. അപ്പം സ്കൂൾ മുതൽ എന്തായാലും നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ സിനിമയിൽ ഭയങ്കര, സിനിമയല്ല ഈ ഒരു സിനിമയോട് ഭയങ്കര ഒരു ഇതെന്താണ് ഈ സംഭവം എന്നൊരു നമുക്കെല്ലാവർക്കും അത്ഭുതം ഉണ്ടല്ലോ. ആ അത്ഭുതം എനിക്ക് ഭയങ്കര ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുണ്ടായിരുന്നു എനിക്ക് സിനിമ എന്താണെന്നുള്ളത്. കാരണം ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ ഷെഫേ. ഞാൻ പല മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ട് ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ മരണക്കിണറിലും ബൈക്ക് ഓടിക്കുന്ന ആളാണോ എന്നാണ്. നമ്മൾ പണ്ട് പൂരപ്പറമ്പിലൊക്കെ പോകുമ്പം അവരിങ്ങനെ പാൻപരാക്കെ ചവച്ചിട്ട് ചേർന്നിരിക്കും അതിൻ്റെ പുറത്ത്. അപ്പോൾ അവരുടെ സ്റ്റൈലും അവർക്കുള്ള ഹീറോയ്ക്കാണല്ലോ അവർ ഭായിമാരാണ് ഓടിക്കുന്നത്. അവർ ഫുൾ ഓടിച്ച് ഫുൾ പവറിൽ പാമ്പരാക്കെ ചവച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇവരുടെ കൂടെ കയറണം, ഇതാണ് എൻ്റെ ഇത്. പിന്നെ കുറച്ചാളായാലും നമുക്കൊരു ലോറി ഡ്രൈവറാണ്, അപ്പോൾ നമുക്ക് ലോകം മൊത്തം കറങ്ങാമല്ലോ. അങ്ങനെ പല പല ആഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ ഇപ്പം നമ്മളൊരു പ്രായപൂർത്തിയൊക്കെ ആവുമല്ലോ, ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ആഗ്രഹിക്കുമല്ലോ.
അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് സിനിമയിൽ വരണമെന്നാണ്. അത് എത്രാം ക്ലാസ്സിലായിരിക്കും? ഞാൻ എന്നാൽ ഇപ്പോൾ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതലൊക്കെ തന്നെ സിനിമയിൽ വരണം, അല്ലെങ്കിൽ സിനിമാക്കാരനാണ്. ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടായിരിക്കുമല്ലോ അത് ഇൻസ്പയർ ആയിരിക്കും, ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. എനിക്ക് എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സാമ്രാജ്യം പോലത്തെ സിനിമകളൊക്കെ എനിക്ക് അന്ന് ഭയങ്കര ഈ ആക്ഷൻ സിനിമകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഹാർഡ് കോർ ആ സമയത്ത് ബാബു ആന്റണി ഫാനായിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ബോക്സർ, രാജകീയം, പുള്ളിയുടെ ഒരു ലോഡ് പടങ്ങളാണ്. അപ്പം അന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സർഗം എന്നൊരു ഓഡിയോ കാസറ്റ് സെൻ്റർ ഉണ്ട്, വീഡിയോ കാസറ്റ് റെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി ഇതെടുക്കുക. ഈ ഫൈറ്റ് പടങ്ങളാണ്, രാജധാനി അങ്ങനത്തെ സിനിമകളാണ്, ചന്ത അങ്ങനത്തെ സിനിമകളൊക്കെ എപ്പോഴും കാണുന്നത്. അന്ന് ഭയങ്കര ട്രെൻഡിങ് ആണ് അത് ആക്ച്വലി. അതെ, അന്ന് ഭയങ്കര ഹിറ്റുമാണ് ആ കാലഘട്ടത്തിൽ. അന്ന് ആ സിനിമകളൊക്കെ ഭയങ്കര ഉപ്പുകണ്ടം ബ്രദേഴ്സിന് ശേഷമാണല്ലോ. അതെ, ഭയങ്കര ഹീറോ. ഇതുപോലെ ഒരുപാട് സിനിമകൾ വരാൻ തുടങ്ങി. അപ്പോൾ ആ സിനിമകളൊക്കെ നമുക്ക് ആക്ഷനും തോക്കൊക്കെ കാണുമ്പോൾ ഇത് സിനിമ അതായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പതുക്കെ സിനിമകൾ അറിഞ്ഞു തുടങ്ങി. ഈ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം സ്റ്റേജ് ഷോസോ പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സിബിറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും ആക്ച്വലി ഇല്ലായിരുന്നു. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്നത് ഞാൻ +2 പഠിക്കുമ്പോഴായിരിക്കും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങനൊരു ലൈഫ് എക്സ്പ്ലോർ ചെയ്തത്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് കോയമ്പത്തൂരാണ് ഈ +2 കഴിഞ്ഞിട്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അവിടെ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് പോവുക. അവിടെ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, അതായത് അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമ്മൾ കുറേ പുതിയ ഫ്രണ്ട്സ്. അപ്പോൾ അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അന്ന് ഈ മൊബൈൽ ക്യാമറയൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ അതിനകത്ത് മ്യൂസിക് വീഡിയോസ് ചെയ്യുക, ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക, ഈ സിനിമ സീക്വൻസുകൾ റീക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അന്നും സിനിമ ക്യാമറയ്ക്ക് പിറകിൽ നിന്നാണോ തുടങ്ങുന്നത്? അതെ, അന്നും അഭിനയമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് കോളേജിൽ ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കും. ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും പുറത്ത് പോയി പഠിക്കണം. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ ലിയോ തട്ടിന്നിലാണ് 10th വരെ പഠിച്ചത്, ആലപ്പുഴ. അതിനുശേഷം ലജനത്തുൽ മുഹമ്മദിയൻ സ്കൂളാണ് +1 +2 പഠിച്ചത്. കാരണം 10ാം ക്ലാസ്സിൽ മാർക്ക് ഭയങ്കര കുറവായതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് എൻ്റെ ഫാദർ തന്നെ അന്ന് ഒരു മെമ്പറായിരുന്ന ഒരു സ്കൂളിലാണ് +2 കിട്ടിയത്. അവിടെയും ഞാൻ എങ്ങനെയൊക്കെയോ +2 പാസ്സായി. ഇന്നും അറിയില്ല എങ്ങനെ ഞാൻ +2 പാസ്സായെന്ന്. എങ്ങനെയോ പാസ്സായി. അതിനിപ്പോൾ ഞാൻ സിനിമ പഠിക്കണമെന്ന് ഫാദർ പറഞ്ഞു, ഡിഗ്രി എടുത്തിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ഈ കോയമ്പത്തൂർ പോന്നു. ഏതാ എഞ്ചിനീയറിംഗ് കോളേജ്? ഏതാ? ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന കോളേജിലാണ് പോകുന്നത്. അപ്പം അവിടെ ഞാൻ ആദ്യമായിട്ട് ആ കോളേജിൽ പോയ അനുഭവമാണ് ഇടി എന്ന സിനിമയായിട്ട് എൻ്റെ ഫസ്റ്റ് ഡയറക്ടർ ഡെബ്യൂട്ടായിട്ട് മാറിയത്. വലിയ പ്രതീക്ഷകളിൽ പോലീസുകാരനെ പോലെ ആയിരുന്നു. അതായിരുന്നു സ്റ്റുഡൻറ്. വലിയ എഞ്ചിനീയറിംഗ് കോളേജ്, അടിപൊളി ക്യാമ്പസ്, ക്യാൻറ്റീൻ. കാരണം എനിക്ക് അതിൽ നിന്നൊരു ബ്രൗഷർ വന്നു. ആ ബ്രൗഷറിലാണെങ്കിൽ ഫുള്ള് പിസ്സ കഴിച്ചിട്ട് കുറേ പെൺകുട്ടികൾ ഇരിക്കുന്ന ക്യാൻറ്റീൻ, വൻ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുന്ന കുറേ പെൺകുട്ടികൾ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ, അങ്ങനെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ദൈവം ഇത് കൊള്ളാലോ, അപ്പം ഞാൻ അത് പഠിച്ചില്ലെങ്കിലും പിഴക്കാം പോയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പറഞ്ഞു എനിക്ക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പം അവർ ഭയങ്കര കുറേ പേര് ഇലക്ട്രിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, IT എന്ന് പറഞ്ഞു. IT എന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും കേട്ട പേരിൽ ഏറ്റവും ചെറുത് IT ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് IT മതി എന്ന് പറഞ്ഞു. ഫാദർ ചോദിച്ചു IT എന്താണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഈ അഡോൾഫ് എന്നൊരാളാണ് ഈ ഏജൻറ്റായിട്ട് ഈ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ട്, ബ്രൗഷർ പുള്ളി തരുന്നു. അപ്പോൾ ഞാൻ IT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞു. ഉടനെ ഫാദർ പറഞ്ഞ് ഇവന് കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പം ഈ അഡോൾഫ്, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഗെയിമൊക്കെ കളിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ അത് മതി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗെയിം കളിച്ചാൽ എഞ്ചിനീയറിംഗ് കിട്ടും, ഓക്കെ നേരെ വിട്ട് കോയമ്പത്തൂരിൽ. അപ്പം ഞങ്ങളിങ്ങനെ എൻ്റെ ഫസ്റ്റ് അഡ്മിഷനൊക്കെ അപ്പം തന്നെ ഫാദർ കാശ് കൊടുക്കുന്നു, അഡ്മിഷൻ എടുക്കുന്നു. അപ്പം ഞാൻ കോളേജിൽ ആദ്യമായിട്ട് പോകുന്നത് എന്നെ ഇവരെ കൊണ്ട് ആക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ പോകുമ്പം കോയമ്പത്തൂരിൽ ലെഫ്റ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ കോയമ്പത്തൂരാണ്. അപ്പം ഞാൻ അന്ന് ഗൂഗിളൊക്കെ പോകുമ്പോൾ കോയമ്പത്തൂർ അത്യാവശ്യം നല്ലൊരു സിറ്റിയൊക്കെയാണ്. അപ്പം ഇത് പൊള്ളാച്ചി റൂട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഈ കോളേജ്, അപ്പോൾ അത് ആർട്സ് കോളേജാണ് ടൗണിൽ, എഞ്ചിനീയറിംഗ് കോളേജ് പൊള്ളാച്ചി റൂട്ടിലാണ്. ഈ പൊള്ളാച്ചി റൂട്ടിൽ നമ്മൾ കയറി ഒരു ചെറിയ മലയുടെ ഇറങ്ങുന്ന വണ്ടി കട്ട് ചെയ്ത് അകത്തോട്ട് കയറി പിന്നെ ഒരു 4-5 കിലോമീറ്റർ നമ്മളിങ്ങനെ മൊത്തം കണ്ടും കൊടുക്കേണ്ടി പോവുക. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ഈ ബ്രൗഷറിൽ കണ്ട ഒന്നും അവിടെ കാണുന്നില്ല. ഞാൻ ചെന്ന് ഇറങ്ങി നോക്കുമ്പം ഒരു ഒറ്റ ബ്ലോക്ക് ബിൽഡിങ് ഒരു മലയുടെ മേളിൽ ഒരു 10-200 ഏക്കർ സ്ഥലം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും മേളിൽ ഒരു മൂലയ്ക്ക് ഒരു മലയുടെ ചെറിയ ബിൽഡിങ്. ആദ്യത്തെ സെക്കൻഡ് ബാച്ചാണ് ഞങ്ങൾ. ഫസ്റ്റ് ബാച്ചിലെ ആൾക്കാരൊക്കെ ദൈന്യോട്ട് തന്നെ നോക്കി അവിടെ നിൽപ്പുണ്ട്. വളരെ കുറച്ച് ആൾക്കാരുള്ള ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഒരു ഓലപ്പുരണ്ട് അക്കായി ഒരു അണ്ണനും കൂടി എന്നാ മറ്റേ തൈര് സാധനവും അത് വേണമെന്ന് ചെയ്യുന്നത്. ഞാനിവിടെ പഠിക്കത്തില്ല, റീഫണ്ടിങ് ഇല്ല. പക്ഷേ അങ്ങനെ അവിടെ, പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ് ആ കോളേജിൽ എൻ്റെ ലൈഫാണ്. ഞാൻ ലൈഫിൽ ഏറ്റവും സിനിമ ഉണ്ടായില്ല അവിടുന്ന് ഞാൻ അതാണ്. അപ്പം അങ്ങനെ ഒരു തോട്ടെടുത്ത് നേരെ ഒരു ഇൻസ്പെക്ടർ ലൈഫിലേക്ക് കൊണ്ടുവന്നതാണ് ഇടി. ഒരു ആസ് എ സ്റ്റുഡൻറ് പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ച് പാസ്സായത്. അതെ. അപ്പോൾ ഈ പരീക്ഷയുടെ മാർക്കൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പം ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയെങ്കിലും ജയിച്ചല്ലോ എന്നാണ്? അങ്ങനെയല്ല. ഇപ്പം ആക്ച്വലി അവിടെയൊക്കെ കുറച്ച് ടെക്നിക്സുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പം ഞാൻ ഒരു ദിവസം സെക്കൻഡ് സെമസ്റ്ററിൽ
ഞങ്ങൾ ആ സമയത്ത് ട്രിപ്പ് പോയി. അപ്പം ഒരു എക്സാം എഴുതിയില്ല. അപ്പം വീട്ടിലേക്ക് ഫുള്ള് പോയിരിക്കുന്നത് AB, ആബ്സെൻ്റ് AB എന്നാണ്. അപ്പം മാർക്ക് ലിസ്റ്റ് പോയി. അപ്പോൾ എല്ലായിടത്തും AB എന്നാണ് ഇങ്ങനെ മൊത്തം പോയിരിക്കുന്നത്. അപ്പം എന്നെ അപ്പം ഇങ്ങനെ മൊബൈൽ, എൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈലിലോട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവസാനം ഞാൻ ഫോൺ എടുത്തത്. കാരണം കാശില്ലാണ്ടായപ്പോൾ കാശിന് വിളിച്ചു. ഉമ്മ പറഞ്ഞു എല്ലാത്തിനും AB+ ഉണ്ടല്ലേ, അന്ന് മറ്റേ 10ാം ക്ലാസ് ഇവിടെ A+B+ ആയിട്ടേ ഉള്ളൂ. ഞാൻ അതേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ പറ്റിക്കൽ പരിപാടിയൊക്കെ അതൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകും. അതേതെങ്കിലും സിനിമയിലാണ്. എൻ്റെ എഞ്ചിനീയറിംഗ് ലൈഫ് ഭയങ്കര സിനിമയാക്കാൻ പറ്റിയ ഒരുപാട് ഇൻസിഡൻസ് ഉള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള, അതായത് ഇപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത 10, 50, 60 ആൾക്കാരെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് അത്രയും രസമുള്ള ഒരുപാട് മൊമെന്റ്സ്. ഇതൊന്നും ഒരു മൊമെന്റ് അല്ല, അത്രയും അടിപൊളി മൊമെന്റ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ കാര്യം പറയാനാണെങ്കിൽ, ഇപ്പം പ്രവീൺ എന്ന് പറയുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. പ്രവീൺ കോളേജിൽ പഠിക്കാൻ വരുമ്പം ഇത്രയുണ്ട് മാല, തൃശ്ശൂർക്കാരൻ്റെ സ്വർണ്ണത്തിൻ്റെ മാല ഇത്രയുണ്ട്. ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഇത്രയായി, കട്ട് ചെയ്ത് വിൽക്കും, മനസ്സിലായേ, ഇത്രയും അവസാനം ഇത്രയായി മാല. അപ്പം ഇവൻ്റെ അമ്മ ഒന്ന് എന്താണ് പറയും, ഞാൻ വളരെയല്ലേ മമ്മീന്ന്. അതായത് അത് ഇത്ര കോമഡി അല്ല, അന്നൊക്കെ ഇത് ഞങ്ങൾ ഭയങ്കര അതെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ ഇൻസിഡൻസ് ഉള്ള ലൈഫാണ് കോയമ്പത്തൂരിൽ. നല്ല സിനിമ ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് അങ്ങനൊരു എൻ്റെ കോയമ്പത്തൂർ ലൈഫ്, ഇല്ലെങ്കിൽ ഞാൻ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ. പക്ഷേ അന്ന് അന്ന് ഇത് ഭയങ്കര സംഭവമായിരുന്നു. നമ്മൾ ഈ കോയമ്പത്തൂർ ഇന്ന് അത് കുറച്ചുകൂടി ഇന്ന് ആളുകൾ പുറത്തോട്ട് പോകാൻ തുടങ്ങി, അതായത് ഇന്ത്യ വിടാൻ തുടങ്ങി. ഈ ആ ഇമോഷൻ അൾട്ടിമേറ്റ്. അതെ അല്ല, ബാംഗ്ലൂർ പോയാൽ നശിക്കും എന്നാണ് ഈ പാരൻസിന്. കാരണം കോയമ്പത്തൂരിന് കുഴപ്പമില്ല, അത്രയും നശിക്കില്ല എന്നൊരു തോട്ടാണ്. ഇപ്പം ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്ത പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ്? അല്ല, പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ അത്ര വലിയ ഇതുള്ള കാരണം കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയാണ് അന്നും നമ്മളെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരാണ് നമ്മുടെ എല്ലാം. അപ്പം ഞാൻ അന്ന് ഈ സമയത്ത് ഈ ഓർക്കിഡ് എന്നുള്ള സംഭവമുള്ളത്. അപ്പം ഞാൻ അതിനകത്തിരുന്ന് ഈ പറയുന്ന അൻവർ റഷീദ് ഇവർക്കെല്ലാം മെസ്സേജ് അയപ്പാണ് എൻ്റെ മെയിൻ പരിപാടി, മനസ്സിലായില്ലേ. ഫുള്ള് ഇവർക്കിരുന്ന് മെസ്സേജ് അയപ്പാണ്. കാരണം വേറൊരു കോൺടാക്ട് ചെയ്യാനുള്ള വേറൊരു മാർഗ്ഗം നമ്മുടെ ഇല്ല. ഇവരിപ്പം അൻവർക്ക് ഞങ്ങളുടെ ഈ രാജമാണിക്യം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്ത് എൻ്റെ കോളേജിലാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം നമ്മൾ ലൊക്കേഷനിൽ പോയി നിൽക്കും, മനസ്സിലായില്ലേ. സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ കയറില്ല, നമ്മൾ അഭിനയിക്കലാണ്. എന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് വല്ല പിള്ളേരുടെ അടുത്ത് ഞാൻ നിൽപ്പുണ്ട്. അതിനകത്ത് മമ്മൂക്ക ഒരു കോളേജിൽ വരുന്നുണ്ടല്ലോ, ആ കോളേജ് എൻ്റെ കോളേജാണ്. അപ്പം ആ കോളേജിൽ ഈ കുട്ടികളായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്നു. അപ്പോൾ ലാൽ സാർ, മമ്മൂക്ക, മറ്റേ നമ്മുടെ റഹ്മാനിക്ക, ഇവരൊക്കെ നമ്മൾ കാണുമോ, എൻ്റെ അമ്മേ ഇതൊരു ലുക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ഇവരൊക്കെ അപ്പം അന്ന് നമുക്ക് ഇവരൊക്കെ അറിയാം, ഇവർ സിനിമയിൽ ഭയങ്കര ആളാണ്. ഓക്കെ, അങ്ങനെ അൻവർക്ക് കണ്ടുപിടിച്ച്, അൻവർക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യമായിട്ട് നമ്പർ തരുന്നത്, ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അൻവർക്ക് നമ്പർ തന്നു, ശല്യം സഹിക്കാൻ വയ്യാതെ. അത് എന്നെ ഞാൻ കാണാൻ പോയി പുള്ളിയെ, എനിക്കൊരു കോഫിയൊക്കെ വാങ്ങിച്ചു തന്നിട്ട് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ വേറെ നല്ല കുറച്ച് പരിപാടികൾ അറിയാനുണ്ട്, ഇത് എങ്ങനെയാണ് ഈ പരിപാടി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളി എന്നെ വിട്ടു. ഒരു കോഫി വാങ്ങിച്ചു തന്നു. അതെ അതെ, BTH വാങ്ങിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം അൻവർക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്? അല്ല, അതിനുശേഷം ഞാനിതുപോലെ, കാരണം നമുക്കൊരു എൻട്രി വേണമല്ലോ. അപ്പം നമ്മളിപ്പം ഞാൻ കഥ പറയാൻ പോകുന്ന ഒരു കാര്യമൊന്നുമില്ല. അന്ന് നജീക്കയുടെ അപൂർവരാങ്ങളെന്ന സിനിമ സിബിസാർ കേട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ബ്രദറുണ്ട് നജീം കോയ, ഈസ് വൺ ഓഫ് ദ ബിഗ് റൈറ്ററാണ്, പുള്ളിയുടെ പടമാണ് അപ്പോൾ ഈ സിനിമ, ഈ കഥ ഭയങ്കര ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ടോക്കുണ്ട്. അപ്പോൾ തന്നെ അപ്പോൾ പുള്ളിക്ക് അൻവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഉറപ്പായിട്ടും നീ എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്പർ ഇടുന്നത്, മനസ്സിലായില്ലേ. അങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ നമ്പർ വാങ്ങിച്ചിട്ട് നേരെ നജീക്കയായിട്ട്, പിന്നെ രണ്ടാമത്തെ പിന്നെ നജീക്കയായിട്ട് പോകുന്നത്. അങ്ങനെ നജീക്കയും അൻവർക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഞാനാണ് ആക്ച്വലി, ഓർക്കിഡ് വെച്ച്. ഭയങ്കര ഇൻട്രസ്റ്റ്. വീട്ടിൽ ഇപ്പം ഉമ്മ പറഞ്ഞു ഒരു എക്സ്പെക്ടേഷൻ, ഈ ആദ്യമായിട്ട് മോനെ സ്ക്രീനിൽ കാണാൻ വരികയാണ്, മോൻ അഭിനയിച്ച സിനിമ കാണാൻ വരികയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കല്യാണത്തിന് ശേഷമാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? അല്ല, കല്യാണത്തിന് ശേഷമാണ്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് തിയേറ്ററിൽ പോയി. അപ്പം മൊത്തം നമ്മുടെ ആൾക്കാരാണല്ലോ. അപ്പം കളക്ടർ അടിപൊളി സിനിമയാണ്, പക്ഷെ അന്ന് വിചാരിച്ചത്ര വർക്കായില്ല സിനിമ. അപ്പം തിയേറ്ററിൽ ആദ്യം വന്നപ്പോൾ ആൾക്കാർ ക്ലാപ്പൊക്കെ അടിക്കുന്നുണ്ട്, മൊത്തത്തിലൊരു ഓളമുണ്ട് തിയേറ്ററിൽ. അപ്പം ഞാൻ വെച്ച് കലക്കി, വൈകുന്നേരം എല്ലാവരും ഞെട്ടിക്കാം. ഞാൻ വൈകുന്നേരം ആയപ്പോൾ നേരെ പിന്നെ വൈഫിൻ്റെ വാപ്പ, ഫാമിലി എല്ലാവരെയും കൊണ്ട് എറണാകുളത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ തിയേറ്ററിൽ വന്ന് കയറി. സിനിമയ്ക്കകത്ത് അല്ല, അവർക്കെല്ലാം അറിയാം, അപ്പോഴത്തേക്കെല്ലാം അറിയാം. അങ്ങനെ അവിടെ വന്ന് ഞങ്ങളിരുന്നു, പടം തുടങ്ങി. അപ്പം സാധാരണ ക്രൗഡാണ് നിൽക്കുന്നത്, ഇവർക്ക് പടം അത്ര വർക്കായില്ല. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി, മനസ്സിലായില്ല. അപ്പം ഇൻ്റർവെൽ ആയപ്പം
ഞാൻ ആ ലുക്കിൽ തന്നെ നിൽക്കും, താടിയൊക്കെ വളർത്തി. അവിടെ ഞാൻ വിട്ടില്ല, ആൾക്കാർ തിരിച്ചറിയട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരാൾ എടാ തീവ്രവാദി എന്ന് വിളിച്ചു. അപ്പം ഞാൻ തീവ്രവാദി കേട്ട പടത്തിൽ എൻ്റെ ടിക്കറ്റിൻ്റെ കാശ് എന്താ ഇവിടത്തുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടാ ഞാൻ പതുക്കേണ്ടത് എൻ്റെ ഫാമിലി ആയിട്ട് വൈഫിനെ രാത്രി. അപ്പം പുള്ളിക്കാണ് ഞാൻ ചുമ്മാ പറഞ്ഞ തമാശ. അപ്പം പുള്ളി ഭയങ്കര സോബറായി. ഞാൻ പറഞ്ഞത് അവിടെ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു മേഡത്തിന്. പക്ഷെ രസമുള്ള പടമാണ്, പക്ഷെ എല്ലാവർക്കും അത് വർക്കായില്ല. പക്ഷെ ആദ്യം പോയപ്പം ഭയങ്കര കൈഡിയൊക്കെയായിരുന്നു. ഇപ്പം ഈ വൈഫിന്റെ പ്രണയ വിവാഹമായിരുന്നോ? അല്ലല്ല, ചുള്ളനായതുകൊണ്ട് കോയമ്പത്തൂർ കോളേജിൽ നിന്ന് ആരെയും വളച്ചില്ല. ഇല്ല, അത് നടന്നില്ല, വർക്കൗട്ട് ആയില്ല. ഒരുപാട് ആൾക്കാർ ഇഷ്ടമായിരുന്നു, നമ്മുടെ ഇഷ്ടമൊക്കെ ചോദിച്ചു. പക്ഷെ ആരും അത്ര ഈ പറഞ്ഞ പോലെ ഈ കോളേജുകളിലൊക്കെ അന്ന് ഒരു ഭയങ്കര പ്ലാൻഡ് ആണ്, നന്നായിട്ട് പഠിക്കുന്ന, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് കോളേജിൽ വരുന്ന, ഇല്ല അങ്ങനത്തെ. നമ്മൾ ഈ പറഞ്ഞ പോലെ കോളേജിലും പോകത്തില്ല. വേറെ അന്ന് ഷോർട്ട് ഫിലിമും മ്യൂസിക് വീഡിയോസാണ് അന്ന് ഭയങ്കര ഹിറ്റ്. അപ്പം നമ്മൾ മ്യൂസിക് വീഡിയോസും അങ്ങനത്തെ പരിപാടികളാണ് കൂടുതൽ. ഞാൻ കോളേജിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ആർട്സ് ഡേ സമയത്താണ്. അന്ന് നാടകത്തിനൊക്കെ എനിക്കായിരിക്കും ഫസ്റ്റ് നാടകം, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും, ഞാൻ തന്നെ അഭിനയിക്കും, അങ്ങനെ ഫുൾ പരിപാടികളായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫഷണൽ കോളേജിൽ നിന്നൊക്കെ മറ്റേ ബുദ്ധിജീവിയായിട്ടുള്ള പെൺകുട്ടികളായിരിക്കും, അതുകൊണ്ട് ഒന്നും വർക്കായില്ല. അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പൊ ഷീബ എങ്ങനെ കണ്ടുമുട്ടുന്നത്? അല്ല, ഷീബ ഇത് അതും ഒരു ഭയങ്കര കഥയാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, അല്ല അങ്ങനെ ഒരു ദിവസം ഞാൻ കോയമ്പത്തൂർ, ഞാൻ കോളേജിൽ നിന്ന് ചെറിയ കമ്പനിയിൽ പ്ലേസ്ഡായി വർക്ക് ചെയ്യാൻ. അപ്പം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ, അപ്പം മുടിയൊക്കെ ഭയങ്കരമായിട്ട് വളർത്തി, ഭയങ്കര ഇത്രയും അല്ല മൊത്തം അങ്ങനെ ഭയങ്കര പ്രാന്ത് ലുക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ ദിവസം ഫാദർ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നീ നാട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ചെന്നപ്പം പിന്നെ എനിക്ക് പറഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച തന്നെ നിശ്ചയമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ അടുത്ത ആഴ്ച എൻ്റെ നിശ്ചയമാണ്. അപ്പം എനിക്കന്ന് 22 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഞാൻ മൊത്തം ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ഹജ്ജിന് പോകണം, മറിച്ചാണ് മറ്റേ ഡയലോഗ് തുടങ്ങി. നേരെ രാവിലെ എന്നെ വീട്ടിൽ നിറക്കിക്കൊണ്ട് പോയിട്ട് നേരെ പറ്റ മുടി വെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുന്നൊക്കെ ഇങ്ങനെ വെട്ടിച്ച് മൊത്തം നാശിപ്പിച്ച് ഞാൻ പിന്നെ ഇരുന്ന് കൊടുത്തു. ഭയങ്കര വാപ്പങ്ങ് ഭയങ്കര എനിക്ക് ഭയങ്കര റെസ്പെക്ട് പേടിയാണ് ഫാദറിനെ. പുള്ളി എന്നെ മുടി പെട്ടാ മുറിഞ്ഞ് വെട്ടി മറ്റേ കൊസിച്ചാൽ പുള്ളിയും ചാച്ചറ മുടി മൊത്തം വെട്ടി ഇവിടുന്ന് മൂത്തല്ല, രണ്ടാമത്തെ മകൻ. മൂത്താള് ദുബായിലാണ്, കല്യാണം കഴിച്ചിട്ടില്ല. പറഞ്ഞു പുള്ളി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് മൂത്താൾ. പുള്ളി അഡ്വക്കേറ്റാണ്, സിയ എഹിയ എന്നാ പേര്. പുള്ളി ദുബായിൽ സലാത്ര, പുള്ളി സ്വീഡനിൽ നിന്ന് LLM കഴിഞ്ഞിട്ട് ഇവിടുന്ന് ലോക്കലിൽ LLB ആണ്. ഭയങ്കര എന്നേലും കൂടുതൽ ക്രിയേറ്റീവ് എൻ്റെ ബ്രദറാണ്. പക്ഷേ പുള്ളി കൂടുതലും അദ്ദേഹം ദുബായിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ട് സിനിമയിൽ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ബ്രദറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മുടി വെട്ടി ഞാൻ നേരെ വീട്ടിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പം ഒരു പച്ച പാൻറ്റും പച്ച ഷർട്ടും, മനസ്സിലായില്ലേ, ഒരു ബെൽറ്റ്, ഒരു ആമത്തല ഷൂസും. ഞാൻ പറഞ്ഞു എന്ത് ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇട്ടതിനെ പിന്നെ പറഞ്ഞു ഉഫ് എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ നേരെ കൊല്ലത്താണ്. അപ്പം ഉമ്മ കയറുന്നു, വാപ്പ വന്നില്ല, ഈ ചേട്ടൻ്റെ വൈഫ്, അവരെല്ലാവരും കൂടി നേരെ കൊല്ലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു. ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുന്നു, വീട്ടിനകത്ത് കയറുന്നു, വീട്ടിനകത്ത് കയറി ഇരുന്നു. കൊല്ലത്ത് നിന്നാണ് പെണ്ണ് അങ്ങനെ അല്ലല്ല, അത് നടന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ കയറി ഇരിക്കുവാണ്. ഞാൻ ഇരിക്കുന്നു, പെൺകുട്ടി വരുന്നു, ഒരു ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളൊരു പെൺകുട്ടി, എന്നാലും കുഴപ്പമില്ല. ഞാൻ ദൈവം വിളിച്ചാണേ എനിക്ക് ഈ കുട്ടിയായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ചായ കൊണ്ട് വെച്ചു, ഇവർ ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ പെണ്ണിൻ്റെ ഉമ്മ വന്ന് നോക്കിയിട്ട് ഒരു വല്ലാത്ത റിയാക്ഷൻ എന്നിട്ട് പോയി. മനസ്സിലായി, ഇതാണോ ചെറുക്കൻ എന്നൊരു സ്റ്റൈലങ്ങ് പോയി. ഞാൻ ദൈവമേ, അതൊരു ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഗ്ലാമറാണ്, ഞാൻ ഭയങ്കര ലുക്കാണ്. ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ തകർന്നു പോയി, മനസ്സിലായില്ലേ. ഞാൻ നേരെ ചായ എല്ലാം കുടിച്ച് അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഉമ്മ അല്ല മറ്റേ ബ്രോക്കറല്ല ആരോ ഒരാൾ കൂടെ ഉണ്ട്. അയാൾ പറഞ്ഞ് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ ഇതിനകത്തോട്ട് ഔട്ടൊരു പാവം കുട്ടി ഇതേപോലെ അന്ന് ഫാത്തിമ കോളേജിൽ പഠിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഇതേപോലെ ജസ്റ്റ് കമ്പനിയൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്, ഇപ്പം ഞാൻ കൊച്ചിയിലൊരു കമ്പനി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഈ നിശ്ചയം ഉറപ്പിച്ച ആൾക്കാർ വിളിച്ചില്ല, ഫാദറിനെ വിളിച്ചില്ല. അപ്പം ഞാൻ അവിടുത്തെ രക്ഷപ്പെട്ടു. ഞാൻ നേരെ കോയമ്പത്തൂരിലോട്ട് പോയി. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ ഞാൻ ഈ പരിപാടിക്ക് മേലെ വിളിക്കരുത് എനിക്കങ്ങോട്ട് ഇളകി. നേരെ ഞാൻ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂർ പോയപ്പോൾ ഒരു സിംഗിൾ കോള് ഞാൻ എടുത്തു. ഹലോ, ഞാൻ പറഞ്ഞ ഹലോ. അപ്പോൾ പറഞ്ഞു പിന്നെ അവരുടെ ആപ്പൻ്റെ കല്യാണം ഉറപ്പിച്ചു, അപ്പുറത്തെ വീട്ടിൽ അവിടെ നിന്ന് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഏതാ? ഞാൻ പറഞ്ഞു ഓക്കെ. ജനുവരി എങ്ങാണ്ട് 20-ാം തീയതി കല്യാണം. ഞാൻ വെച്ചു ഓക്കെ. ഡിസംബർ 30 കല്യാണം നടത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു മഹാഭാരതമാണ് പ്രതിജ്ഞ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ. ഞാൻ പിന്നെ ആ പരിപാടിക്ക് പോയില്ല, മനസ്സിലായില്ലേ. എന്താണ് അങ്ങനെ നിൽക്കുക.
അപ്പോൾ എൻ്റെ ബ്രദർ അന്ന് സ്വീഡനിലാണ്. അപ്പോൾ പുള്ളി അന്ന് സ്വീഡൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ക്യാമറാസ് ഇല്ലെങ്കിൽ ജാക്കറ്റ്സ്, എൻ്റെ ക്യാപ്പ്, എൻ്റെ അന്നത്തെ ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സ് മൊത്തം കൊണ്ടുവരുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് ഒരു മെയിലാക്കും, എനിക്ക് ഇത്രയും സാധനം എനിക്ക് വേണം, ഇന്ന ബ്രാൻഡ് വാച്ച് വേണം, ഷൂ വേണം, ഇതൊക്കെ കറക്റ്റായിട്ട് എനിക്ക് വരും. അപ്പം ഇത് വന്നിട്ടുണ്ട്. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വന്നു. തിരിച്ച് ഫാദർ പറഞ്ഞു ഇതേപോലെ പിന്നെ ഇത് തിരിച്ച് പിന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ബ്രദറിന്. അപ്പോൾ ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ബ്രദറിനെ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ. ഇവരെല്ലാം ഭയങ്കര ഉമ്മയും ചേട്ടൻ്റെ വൈഫെല്ലാം ഭയങ്കര കരച്ചിൽ. തിരിച്ച് വരുന്ന വണ്ടിക്കകത്ത് കയറി. ഞാൻ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കും ഗ്ലാസ് ഉമ്മ ബാക്കിൽ നിന്ന് പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് പൗഡറൊക്കെ ഇടുന്നു. ചേട്ടത്തി എന്തുവാ മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് ഇത് പരിപാടി എനിക്ക് മനസ്സിലാകുന്നില്ലോ. വണ്ടി വളച്ച് ആ എയർപോർട്ടിൻ്റെ അവിടെ ചായക്കടില്ല, അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഒരു വെളുത്ത തൊപ്പിയൊക്കെ ഇട്ട് ഇവിടെ ചെറിയൊരു മുഴയൊക്കെ ഇട്ട് നിൽക്കുക, ഒരു കുടയൊക്കെ പിടിച്ച് വണ്ടി നിർത്തി കൈ കാണിക്കുന്നു. നിർത്തിയപ്പോൾ ഒരു ബൊലേറോ വണ്ടി. അപ്പോൾ എൻ്റെ അപ്പം ബാക്കിലോട്ട് കയറിക്കണം. നമ്മുടെ പുള്ളി ബാക്ക് തുറന്ന് ബാക്കിലെ സീറ്റിലോട്ട് കയറി ഡോറടച്ച് ഇതാണല്ലോ ചെറുക്കൻ. അപ്പം ഞാൻ വണ്ടി വിട്ടോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തി ഉണ്ട്. അപ്പം ഫാദർ നേരെ കലിപ്പുമുകളിലോട്ട് മാടി നേരെ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുന്നു. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു വീട്, അവിടെയാണ് ഞാൻ ഷീബയെ കാണുന്നത്. അങ്ങനെയാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. മറ്റേ അത് പറഞ്ഞ പോലെ അത് ജനുവരി 26 ഡിസംബർ 28 കല്യാണം നടത്തി. ഡിസംബർ 28 അതാണ് എൻ്റെ കല്യാണം. അച്ഛൻ്റെ ശബ്ദമായിരുന്നു ഷീബയെ കണ്ടതും ഷീബയുടെ സംസാരിച്ചതായിട്ടുള്ള എക്സ്പീരിയൻസ്. അല്ല, ഞാനൊന്നും സംസാരിച്ചൊന്നും ഇല്ലെന്ന്. മറ്റേ ഫസ്റ്റ് ഉള്ള ആ ഇമോഷൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ബിസ്ക്കറ്റും കഴിച്ച് ചായം കുടിച്ച് അവിടെ നിന്ന് ബൈ പറഞ്ഞ് ഇറങ്ങി. പക്ഷേ ഞാൻ ഇറങ്ങി അപ്പോൾ അവർ പക്ഷേ ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ച്. അപ്പം വാപ്പയൊക്കെ ഒന്ന് ഭയങ്കര പൊളിറ്റിക്കലൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മനുഷ്യനായിരുന്നു. അത് പള്ളിയുടെ ഒരുപാട് വലിയ സ്ഥാനങ്ങളുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് അന്വേഷിച്ച ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ എന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായങ്ങൾ പറയും. പെട്ടെന്ന് നിശ്ചയം തന്നെ നടത്തിയും കല്യാണം പെട്ടെന്ന് നടക്കുകയും ചെയ്തു. അപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഷീബയെ പോലൊരു വൈഫിന് കിട്ടി. വളരെ പാവമായിട്ടുള്ള, ഒന്നും ഈ സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത, നമ്മൾ പറയുന്ന എന്താണ് നമ്മുടെ വീടും നമ്മുടെ കുട്ടികളെയും നമ്മുടെ വീടും ഒക്കെ പ്രോപ്പറായിട്ട് നോക്കുന്ന, എല്ലാം നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരാൾ. അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഉറപ്പായിട്ടും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വാപ്പയുടെ ആ ദീർഘവീക്ഷണം തന്നെയാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും. ഇപ്പം ഞാൻ ഒരു ദിവസം ഈ 2010 ഞാൻ ഈ സിനിമ പ്രാന്തനെ സംബന്ധിച്ച് അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ഭയങ്കരമായിട്ട് ലോസിൽ എന്നൊരു സർവീസ് ടാക്സിൻ്റെ ഒരു റൈഡൊക്കെ വന്നിട്ട് ആകെ ഭയങ്കര ലോസായി. ഞാൻ ഭയങ്കരമായിട്ട് കമ്പനി ക്ലോസ് ഡൗൺ ആയി. അപ്പം ഞാൻ നേരെ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയി. സിനിമ പ്രാന്തം തുടങ്ങുന്നതിന് മുമ്പാണ് ആക്ച്വലി. അന്ന് കേരള സ്പോട്ട്ലൈറ്റ് എന്നായിരുന്നു പേര്. അപ്പം ഞാൻ നേരെ വണ്ടി കൊണ്ട് വീട്ടിലിട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ബസ്സിൽ പോയിക്കോളാം. ഏതാ കാറിൽ ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് ഒന്ന് കമ്പനി റെഡി ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ നാളത്തേക്ക് കഴിക്കാൻ മതി. എന്താ പറഞ്ഞാൽ നീ മുമ്പ് ബസ്സിൽ പോകുന്നത് നീ ബസ്സിൽ പോയിക്കോ, മനസ്സിലേ. കാറിൽ പോയിട്ട് പിന്നെ നീ ബസ്സിൽ പോരുത്, മനസ്സിലേ. കാറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ സന്ധി പോകാൻ പാടുള്ളൂ, മനസ്സിലായില്ലേ. അല്ലാതെ പിന്നെ ബസ്സിൽ പോയി നീ തീർന്ന് നിനക്ക് ഉയർച്ച ഉണ്ടാകത്തില്ല. നിനക്കിപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ തരാം, മനസ്സിലായില്ലേ. പക്ഷേ അത് നീ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കറക്റ്റാണ്. ഞാൻ ആലോചിച്ചപ്പോൾ കറക്റ്റാണല്ലോ. നമ്മൾ പിന്നെ അങ്ങോട്ട് താഴത്തോട്ടല്ലേ പോകേണ്ടത്, മുകളിലോട്ടാണ് പോകേണ്ടത്, മനസ്സിലായില്ലേ. അതൊക്കെ അങ്ങനെ ഒരുപാട് പുള്ളിയുടെ തോട്ട് പ്രോസസ്സും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ അതൊരു ഓഫീസുണ്ട്, ചെറിയൊരു ഓഫീസ് സ്പേസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ആ പള്ളിയിലെ 37 വർഷമായിട്ട് ആ പള്ളിയിലെ പ്രസിഡൻ്റാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. പഴയ ജില്ലാ കൗൺസിലറായിരുന്നു. ഒരു MLA പോലത്തെ പൊസിഷനായിരുന്നു ഫാദറിന്. അപ്പം അത്രയും ഒരുപാട് ബന്ധങ്ങൾ. അപ്പം ഈ ഏറ്റവും കൂടുതൽ ആ നാട്ടിലെ ഒരുപാട് ഇപ്പം ഈ പോലീസിൽ നിന്ന് തീർക്കാൻ പറ്റാത്ത ഒരുപാട് ഇഷ്യൂസൊക്കെ സോർട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിലാണ്. ലൈക്ക് എന്താ പറയുക, മറ്റേ ഈ വിവാഹമായൊരു പ്രശ്നങ്ങൾ, അർക്കിത്തർക്കങ്ങൾ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇതൊക്കെ സെറ്റിൽ ചെയ്ത് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ അത്രത്തോളം ആളുകൾ എല്ലാ ദിവസവും വരും, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെയല്ല, അത്ര ഇതല്ല. ഇതൊരു ആ സ്ഥലത്തെ ഒരു ഭയങ്കര രസമുള്ള, ബഹുമാനിക്കുന്ന, ഇന്നും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെയർ എവിടെ പോയാലും കിട്ടുന്ന ഒരാളാണ്. അപ്പം അതൊക്കെ ലൈഫിൽ ഭയങ്കരധികം ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കുറേ നന്മകൾ എനിക്കിപ്പോഴും എന്നെ പോലത്തെ ഒരാൾക്ക് എവിടെ നിന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോരം ഹെൽപ്പിംഗ് ഹാൻഡ്സ് എനിക്ക് കിട്ടുമെന്നറിയാമോ. എനിക്ക് ഇങ്ങനെ ഇതൊക്കെ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഹിന്ദിയിൽ നിന്നാണ് പല ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ ആൾക്കാരൊക്കെ ഈസിലി ഞാനവിടെ എത്തിപ്പെടാറുണ്ട്, മനസ്സിലായി. അതൊക്കെ എൻ്റെ ഫാദറിൻ്റെയൊക്കെ ബെനിഫിറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കളക്ടർ എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഫ്രൈഡേ എന്ന് പറയുന്ന മൂവിയിലോ. ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്കുള്ള ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ സിനിമയിലേക്ക് ആദ്യം വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ എനിക്കറിയാവുന്ന ആകെപ്പാട്ടുള്ളൊരു സിനിമാക്കാരൻ നജീം കോയ എന്ന് പറഞ്ഞ ആളാണ്. നജീക്ക എന്ന് പറയുന്നത് ഇപ്പം 1000 ബേബീസിൻ്റെയൊക്കെ ഡയറക്ടർ. അപ്പം നജീക്കയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സിനിമാക്കാരനെ ഞങ്ങൾ കാണുന്നത്. അതായത് ലാൽ സാറിൻ്റെ ലൊക്കേഷനിൽ പോയിട്ടുള്ള, ഇല്ലെങ്കിൽ SB സാറിനെ അറിയാവുന്ന, ഫാസിൽ സാറുമായിട്ട് പരിചയമുള്ള, ഇവരുടെയൊക്കെ ഫോൺ നമ്പർ കയ്യിലുള്ള ഒരേ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ. ഹീറോ, ഞങ്ങളുടെ ഹീറോ ആണ്. ഇന്ന് ഞങ്ങളുടെ ഹീറോ തന്നെയാണ് നജീക്ക.
അപ്പം നെജിക്കയും എൻ്റെ കസിൻ ബ്രദർ അറോസാണ് ഈ 1000 ബേബീസിൻ്റെ റൈറ്റർ, കളി, അങ്ങനെ സിനിമകളൊക്കെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. ഇടിയുടെ റൈറ്ററും അറോസാണ്. അപ്പം എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങളുടെ എല്ലാ നല്ല മൊമെൻറ്റ്സ് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പം ഞങ്ങൾ രണ്ടും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത് നെജിക്കയാണ്. അപ്പം നെജിക്ക രാവിലെ പണ്ട് ട്രിവാൻഡ്രത്തേക്ക് സിനിമ അങ്ങോട്ട് കയറ്റി കൊണ്ടുവിടാൻ പോകുന്ന ഞാനാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോൾ ഒരു ലോഡ് കഥകൾ പറയും, ഇത് കേൾക്കാൻ വേണ്ടി ഇത് ഒരു ലൊക്കേഷൻ. പിന്നെ നെജിക്ക വർക്ക് ചെയ്യുന്ന, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നന്നായിട്ട് കഥ റേറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളത് നെജിക്കയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സൈറ്റഡ് നമ്മൾ കഥ പറയും. ഞാനും പലരും പറയും ഞാൻ കഥ പറയുന്നത്, ആ കഥ പറയാനുള്ള കേൾപ്പില്ലെങ്കിൽ നെജിക്കയുടെ നീട്ടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത്ര അടിപൊളിയായിട്ട് പുള്ളി ആ മൂഡ് സെറ്റ് ചെയ്ത് നമ്മൾ കഥ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പോൾ നെജിക്കയാണ് എന്നെ ആദ്യമായിട്ട് അനിൽ സിമ എന്ന ഡയറക്ടറിനെ കൊണ്ട് പരിചയപ്പെടുന്നത് 2008. അപ്പോൾ അവരൊരു സിനിമ നെജിക്ക റീറൈറ്റ് ചെയ്ത് ഒരു സിനിമ, അതാണ് കളക്ടർ. ആ സിനിമയിൽ ആദ്യമായിട്ടാണ് വില്ലൻ വേഷത്തിലൂടെ ഞാൻ സിനിമയിലേക്ക് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആദ്യമായിട്ട് സ്ക്രീൻ ഞാൻ തിയേറ്ററിൽ കാണുന്നത് ആ ഒരു സിനിമയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഇൻട്രസ്റ്റ്, ഇവിടെ കഴിവുള്ള ആൾക്കാർക്ക് എന്നും ഇവിടെ പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ നെപ്പോട്ടിസം അങ്ങനെയല്ല. ഇപ്പോൾ എത്രയോ വലിയ ആർട്ടിസ്റ്റുകളുടെ മക്കൾ ഇവിടെ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇത് നമ്മളെന്നും പ്രോപ്പറായിട്ട് അത് എന്തുവാ നമ്മളെപ്പോഴും കാച്ചി മിനിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അതിനുള്ള അവസരങ്ങൾ കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല വെൽക്കമിങ് തന്നെയാണ് കിട്ടിയത്. ഞാൻ ഈ പറഞ്ഞ പോലെ കടന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നു. അതിനുശേഷം അന്ന് ഞാൻ ഒരു അഡ്വർടൈസിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു കൊച്ചിയിൽ. അതിൻ്റെ പ്രൊഡക്റ്റാണ് സിനിമാ പ്രാന്തൻ എന്ന് പറയുന്ന കമ്പനി. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ആ കമ്പനിയിൽ ലോഗോ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നത്, അതാണ് സാന്ദ്ര തോമസ്. സാന്ദ്ര തോന്നുന്നു സാധ്യത എനിക്ക് ഇതുപോലെ എൻ്റെ ഒരു സാന്ദ്ര തോമസ് എൻ്റെ ഫ്രണ്ടാണ്, നിയാസ് എന്ന് എൻ്റെ ഫ്രണ്ടാണ് എന്നെ പരിചയപ്പെടുന്നത്. സാന്ദ്ര എൻ്റെ പുതിയ കമ്പനിക്ക് ഒരു പേര് വേണം, ഇന്നോവേറ്റീവ് കൺസെപ്റ്റ്സ് എന്നൊക്കെ ലോഗോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസൈനൊക്കെ ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ ഡിസൈൻ ചെയ്തു ഒരു ലോഗോ. അങ്ങനെ ആ ഡിസൈൻ സാന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ സാന്ദ്രയായിട്ട് കമ്പനിയാവുന്നു. അങ്ങനെ സാന്ദ്ര എന്ന അഡ്വർടൈസിങ് ഇവൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഒരുപാട് ഇവൻറ്റ്സും ഒരുപാട് അഡ്വർടൈസിങ് സ്ലോട്ടുകളും ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ വിജയ്ഭായിനെ പരിചയപ്പെടുന്നു. ആ സമയത്താണ് സാന്ദ്ര പറയുന്നത് അപ്പം ഞാൻ സാന്ദ്ര അടുത്ത് പറഞ്ഞു, സാന്ദ്ര നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സിനിമയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര നമ്മൾ സാന്ദ്ര നമുക്ക് ഇത്ര എഫേർട്ടേ ഉള്ളൂ, നമ്മൾ ഇത്രയും ചാനലിൽ ഇപ്പോൾ ഇവൻറ്റ് ചെയ്യുന്ന എഫേർട്ട് നമ്മൾ സിനിമയ്ക്ക് ഇട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ സാന്ദ്രേനെ ഞാൻ നജീഖാനെയും ലിജിനെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഫ്രൈഡേ എന്ന സിനിമ ഉണ്ടാകുന്നു. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന കമ്പനി അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് വിജയബാബു ഉണ്ടോ? ഇല്ല, ആദ്യം വിജയ്ഭായ് ഇല്ല. നമ്മൾ ഈ ഫ്രൈഡേ കഴിഞ്ഞു. ഫ്രൈഡേയുടെ ആ സമയത്ത് സൂര്യയാണ് ഫ്രൈഡേ നമുക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് വിജയ്ഭായിട്ട് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ആ സിനിമ അന്ന് ഭയങ്കര ക്രിട്ടിക്കലി അന്ന് IFFK സെലക്ട് ആയ സിനിമയാണ് ഫ്രൈഡേ. അപ്പോൾ അന്ന് ഭയങ്കര ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്. അതെ, ഭയങ്കര ഡിഫറെൻറ്റ് നരേഷനും ഫഹദ് ഫാസിലൊക്കെ അന്ന് ആ പടം ഇറങ്ങുമ്പോഴത്തേക്ക് ഫഹദ് സ്റ്റാറായി, മനസ്സിലായില്ലേ, ഭയങ്കര സ്റ്റാർട്ടിൽ നിൽക്കുവാണ്. അപ്പം അതൊക്കെ ആ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തു. അങ്ങനെ വിജയ്ഭായ് പരിചയപ്പെടുന്നു, കൂടുതൽ കമ്പനിയാകുന്നു. പിന്നെ ക്രിയേറ്റീവ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കഥകൾ നമ്മൾ കേൾക്കുന്ന, അപ്പം നമ്മൾ കഥ കേട്ട് തുടങ്ങി. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി മങ്കി പെൻ, സെക്രയുടെ ഗർഭിണികൾ, പെരിച്ചാഴി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഞങ്ങൾ കേൾക്കാം. അതെ, എല്ലാ സിനിമയിലും ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് സാന്ദ്രയോട് ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ഇൻഡസ്ട്രി. അപ്പം മീൻവൈൽ സിനിമാ പ്രാന്തം ഞങ്ങളുടെ ചെറിയ സംരംഭം പെട്ടെന്ന് സാന്ദ്രയും വിജയ്ഭായും പരിചയപ്പെട്ടതോടെ അവരുടെ കോൺടാക്ട്സിലേക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. അതോടെ പെട്ടെന്ന് അതങ്ങോട്ട് വളർന്നു, പെട്ടെന്ന് വർക്കുകൾ കിട്ടാൻ തുടങ്ങി. പുതിയൊരാൾ ചെയ്യുന്നതിലും കൂടുതൽ വർക്കുകൾ ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടാൻ തുടങ്ങി. പിന്നെ ഡിജിറ്റലി അത്ര വലിയ കോമ്പറ്റീറ്റേഴ്സ് ആരും ഓപ്പോസിറ്റ് ഒന്നും ഇല്ലായിരുന്നു. സോ ഒരു പ്രോപ്പറായിട്ട് ഓഫീസുള്ള, പ്രോപ്പറായിട്ട് എംപ്ലോയീസ് ഉള്ളൊരു കമ്പനി സിനിമാ ഭ്രാന്തനായിരുന്നു. അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സിനിമാ ഭ്രാന്തൻ എന്ന് പറയുന്നൊരു സംഭവം പൊങ്ങി വരികയും അതിലൂടെ നമ്മളിപ്പം പല്ലൂട്ടി എന്ന സിനിമ ചെയ്തു, 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഒരു ജെസിലിയൻ അവാർഡ് കിട്ടി. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സിനിമകൾ, ഒരുപാട് ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഞങ്ങളോട് സംഭവിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ എങ്ങനെ അഭിനയിച്ചത്? ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നൊരു ദിവസം. കാസ്റ്റിംഗ് കോൾ വന്നപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ കണ്ണൻ എന്നൊരു ഫ്രണ്ട്, നമ്മുടെ പയ്യനുണ്ട് വർക്ക് ചെയ്യുന്നത്, അടിപൊളി കണ്ണൻ ക്രിയേറ്ററാണ്. അപ്പം പുള്ളി ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അയച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അവനപ്പോൾ തന്നെ എൻ്റെ ഫോട്ടോയും എല്ലാം കൂടി ഇങ്ങോട്ട് അയച്ചു, മെയിൽ അയച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം ഷൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ബാൻഡുണ്ട്, വേതാളം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പെർഫോമൻസുമായിട്ട് ന്യൂ ഇയർ ആണ്, എനിക്കിപ്പോൾ ന്യൂ ഇയറിന് ഞങ്ങൾ ആ പ്രോഗ്രാം ഞാൻ പാടുമായിരുന്നു. അപ്പം ആ ബാൻഡിൽ ഞങ്ങൾ പാടുന്ന സമയത്ത് അവിടെ നിന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഇതേപോലെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം, അലക്സേറിനെ വിളിക്കുന്നത്. നീ ആയിരുന്നു. ഞാൻ പറഞ്ഞ നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു അടിപൊളി റോളാണ്, നീ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുകൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ അപ്പോൾ തന്നെ കാറെടുത്ത് നേരെ ഡ്രൈവ് ചെയ്ത് നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. ചെന്ന് അവിടെ ഇറങ്ങി, ഞാൻ ഇറങ്ങി പുറത്തിങ്ങനെ നിൽക്കുക. രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാനും എൻ്റെ ഈ അറോസും ഉണ്ട്, അറോസും ടോണി എന്ന ഫ്രണ്ട്, ഞങ്ങൾ 3 പേര് ഓടിച്ചു പോകുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി മൊത്തം ഇങ്ങനെ ഒരു സ്ഥലകാലബോധമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം നോക്കിയപ്പോൾ അഞ്ജലി മേനോനും ദുൽഖറിനും സംസാരിച്ചിട്ടുണ്ട്. അവരിങ്ങനെ വിളിച്ച് സാമി എന്ന് വിളിച്ച്. അപ്പം ഞാൻ സാമി, അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ആരാണ് സാമി? നമുക്കറിയത്തില്ല, നമ്മൾ ഈ ആട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം സാമി കമ്മിയോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെന്നപ്പം
മീൻ അഞ്ജലി മീൻ സജിത് ദുൽഖർ ദിസ് ഇസ് സാജിദ് സാമി ഹീ ഈസ് ഡൂയിങ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ മൂവി എന്ന് പറഞ്ഞപ്പോൾ ദുൽഖറിന് ഹായ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഏത് പടം ഞാൻ പറഞ്ഞത് തീവ്രം, പക്ഷേ കോമ്പറ്റീഷനിലായിരുന്നു പറഞ്ഞു. ഓ നൈസ് ദാറ്റ്സ് യു എന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സാമിയും ബാംഗ്ലൂർ ഡേയ്സും. അത് ആ സിനിമകൾ രണ്ടും ഇന്നും എനിക്ക് ഭയങ്കര അധികം, എന്നെ ഫസ്റ്റ് കാണുമ്പോൾ ആൾക്കാർ ബാംഗ്ലൂർ ഡേയ്സ് അല്ലേ എന്തിപ്പോഴും ചോദിക്കുന്നതാണ്. ഞാൻ ഒരു ദിവസം കൂർഗിൽ ഒരു ഭയങ്കര കാട് പ്രദേശത്തോട് പോകുമ്പോൾ അവിടെ ഒരു വയസ്സായ ഒരു അമ്മ ഇന്ന് കള പറിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് വഴി വയ്ക്കുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് ചോദിക്കും. അത്രത്തോളം ആളുകൾ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. പെട്ടെന്ന് നമ്മൾ റിക്കഗ്നൈസ് ചെയ്യണം. സിനിമയുടെ വളരെ ക്ലോസ് മൊമെൻറ്റ്സിലൊക്കെ ഞാനുണ്ട്. അതായിരിക്കാം. മ്യൂസിക് കമ്പോസ് ചെയ്യാറുണ്ടോ? മ്യൂസിക് കമ്പോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇപ്പോൾ സുഹൈൽ കോയ, പ്രകാശ് അലക്സ്, ടോണി, അല്ലെങ്കിൽ നിഹാൽ സാദിഖ്, അങ്ങനെ. അപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ ട്യൂണുകൾ ഇതൊക്കെ നമ്മൾ ഇവരുടെ കേപ്പബിലിറ്റി ഉപയോഗിച്ച്, ഇവർ നല്ല പ്രോഗ്രാമറൊക്കെ ഉപയോഗിച്ച് നമ്മളതിനെ പാട്ടുകളാക്കി മാറ്റും. അപ്പോൾ സിനിമാ പ്രാന്തന് CP റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു ലേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ഞാൻ ഭയങ്കര മ്യൂസിക് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷേ ടെക്നിക്കലി എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ വളരെ കുറവാണ്. ടാലന്റ് ആണല്ലോ. അല്ല, എഴുതി കമ്പോസ് കമ്പോസ് ചെയ്യും. അതെ. രണ്ട് വരി നമുക്ക്. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരം ഈണമായി കിലും താളമായി കണ്ണെ നിന്നെ കാണാൻ നിന്നതാണോ ഓരോ കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ഓരോ കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ. എൻ്റെ ചോദ്യം, ഇപ്പം ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ ഫിലിം മേക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡിറക്ഷനിലേക്ക് വരാൻ, ഇപ്പോൾ ആക്ടിങ്ങിൽ നല്ല റോൾസാണ് വന്നിട്ടുള്ളത്, സർപ്രൈസിങ് ആണ്, ബ്ലെസ്ഡ് ആണ്, റെക്കഗ്നൈസ്ഡ് ആണ്. പിന്നെ എങ്ങനെയാണ് ഈ അത് വിട്ടിട്ട് ഡിറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ? ഷെഫ്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇപ്പം ഒരു ആർട്ടിസ്റ്റിന് ഒന്നിലൊരു തൃപ്തി വരരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ആദ്യം സിനിമയിൽ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞ് വന്നു. അവിടെ എനിക്ക് ആക്ടിങ്ങിനാണ് പ്ലേസ്. അവിടെ ബാംഗ്ലൂർ ഡേയ്സ്, ഡബിൾ ബാരൽ, ഡാർവിൻ്റെ പരിണാമം, അങ്ങനെ 10-30ഓളം സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും ചെറിയ ക്യാരക്ടേഴ്സാണല്ലോ. ആര് വിളിച്ചാലും ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് പോലും, ഇപ്പം വിരാഗ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ ഒരുപാട് ഷോർട്ട് ഫിലിംസും യൂട്യൂബിലുണ്ടാവും. ഇതൊക്കെ ഞാൻ അഭിനയിച്ചു തുടങ്ങി. അപ്പം ആ സമയത്താണ് ലിജി ജോസ് പല്ലിശ്ശേരിയെ പോലത്തെ മേക്കേഴ്സോട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ലൈക്ക് ബാംഗ്ലൂർ ആമേനിൽ ഞാനുണ്ട്, ഡബിൾ ബാരലുണ്ട്. അപ്പം ഈ സമയത്തൊക്കെ എനിക്ക് ആ പാട് ചിലപ്പോൾ വളരെ കുറച്ച് ദിവസത്തെ ഷൂട്ടുള്ളെങ്കിലും ഈ ഫുൾ ഡേ ഞാൻ ലൊക്കേഷനിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഇവരുടെ ഒരു അപ്രോച്ച് ടു സിനിമ, അവർ അത് മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് കാണുമ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇത് ഭയങ്കര പരിപാടി. അപ്പം ഡയറക്ഷൻ, അതാണ് എക്സൈറ്റ്മെൻറ്റ് എന്ന് തോന്നി. അങ്ങനെ എനിക്ക് മുമ്പുണ്ടെങ്കിലും ഇതിന് കുറച്ചുകൂടി ഒന്ന് ഇത് ചെയ്യണമെന്നൊരു ത്വര നമ്മളിലേക്ക് വന്നു. അങ്ങനെയാണ് ഇടി എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു എനർജിയിൽ അടുത്ത് മോഹൻലാൽ എന്ന സിനിമ മഞ്ജു വാര്യർ വെച്ച് ചെയ്യുന്നു. അതിനുശേഷം ഖൽബ് എന്ന സിനിമ നമ്മൾ ഒരു കൂട്ടം പുതിയ ആൾക്കാർ വെച്ച് ചെയ്യുന്നു. കാരണം പുതിയ ആൾക്കാർ സിനിമ വെച്ച് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ നേരെ അതിൻ്റെ ഒരു ഹൈയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് സിനിമാ പ്രാന്തൻ പ്രൊഡക്ഷൻ, CP ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ ഇപ്പോൾ 3 സിനിമകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നിൽക്കുന്നത്. ഇതൊക്കെയാണ്. ഇതിപ്പം നമ്മൾ കൽബ് എന്ന് പറയുന്ന സിനിമ, കൽബ് എന്ന് പറയുന്ന സിനിമ നമുക്കൊരു തിയേറ്ററിൽ ഹിറ്റ് കിട്ടിയില്ലെങ്കിൽ OTT വൻ ഹിറ്റായി. അതെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു കളർ സെൻസ്, കളർ തീം. അപ്പം സാജിദ് ദഹിയെ പോലത്തെ ഒരു ഗ്രോയിങ് അപ്പ്, ഒരു ബിൽഡിങ് അപ്പ്, അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമകളൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്തിട്ടുള്ള സിനിമകൾക്കെല്ലാം ബേസിക്കലി ഒരു റെക്കഗ്നേഷനുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. ചിലത് ത്രില്ലർ, ഫൈറ്റ് ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും, ചിലത് റൊമാൻറ്റിക്കാണ്. അതെങ്ങനെയാണ് ഈ ജോണേഴ്സ് ചാടുന്നത്? ഈ പറയുന്ന ദാഹമാണോ? അല്ല, ജോണേഴ്സ് നമ്മളെന്നും നമുക്ക് ഡിഫറെൻറ്റ് ജോണറുകൾ ചെയ്യണമെന്ന്. ഇപ്പം ഇടി നോക്കുവാണെങ്കിൽ ഒരു ഭയങ്കര ഒരു സ്പൂഫ് കോമഡി മാസ് എൻ്റർടൈനറാണ് ഇടി. ആക്ച്വലി നമ്മുടെ ഫൈറ്റുകളും ഇല്ലെങ്കിൽ ജയേട്ടനെ വെച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷൻ സിനിമ എങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല, സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇടിയിലൂടെ ട്രൈ ചെയ്തത്.
മോഹൻലാൽ പ്രോപ്പർ ഒരു ഫാമിലി അങ്ങനെ ഒരു പടം എനിക്ക് തോന്നുന്നൊരു ഫാൻ ബേസ്ഡ് മൂവി ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയം. കൂടുതൽ രജനീകാന്ത് ഉണ്ടായാൽ പോലും ലാലേട്ടനെ ബേസ് ചെയ്തിട്ട് ഒരു ടോട്ടൽ ഫാൻ ബേസ്ഡ് മൂവി അതിനകത്ത് ലാലേട്ട, ഹമ്മിങ് ഒക്കെ ആരുടെ ഐഡിയ ആയിരുന്നു? അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സോങ് വേണമെന്ന് ഭയങ്കര ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം മോഹൻലാൽ എന്ന സിനിമ ടൈറ്റിൽ കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പം കാരണം അതൊരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയും മഞ്ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയും മോഹൻലാൽ ഫാൻസിന് വേണ്ടി ചെയ്ത സിനിമയാണ്. അതിനപ്പുറത്തോട്ട് ഭയങ്കര കലാമൂല്യമുള്ള അങ്ങനത്തെ സിനിമയല്ലത്, കണ്ടു മറക്കാൻ പറ്റുന്നൊരു സിനിമ. ലാൽ സാറിൻ്റെ കുറേ ഒരു മൊമെന്റുകൾ വെച്ചിട്ടുള്ള സിനിമ, അതാണ് ആ സിനിമയിൽ നമ്മൾ സൗബിന്റെ ക്യാരക്ടറൊക്കെ അതെ 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 ഭയങ്കര പൊളിയാണ്. അതെ അതെ. അപ്പോൾ ആ പാട്ട് ഇപ്പം എന്നും ഫാനുകൾ ഇപ്പം ഒരു വേർഷിപ്പ് സോങ് ഫാനുകൾ ഫിലിം സ്റ്റാർസിൻ്റെ ഫാൻ ബേസ് സോങ്ങുകളെല്ലാം ഭയങ്കര ബഹളപ്പാട്ടുകളായിരിക്കും. മറ്റേ ഇതാ അങ്ങനെ ബഹളമായിരിക്കും. അപ്പം ഞാൻ അതിന് പകരം എങ്ങനെ ഒരു സ്ലോ ഒരു ഇമോഷണൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ഇങ്ങനെ കൊച്ചുനാളോട്ട് കേട്ട അതെ 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 എങ്ങനെ അത് ഒന്ന് ഐ തിങ്ക് യു ആർ എ ക്രോണിക് ലാലേട്ടൻ ഫാൻ. അതെ അതെ ഉറപ്പ്. ലാലേട്ടനെയും മമ്മൂക്കടേയും രണ്ടുപേരും ഹാർഡ് കോർ ഫാനാണ് ഞാൻ. മമ്മൂക്ക സിനിമ വരുന്നുണ്ടോ അതിന്? ഉറപ്പായിട്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എല്ലാ വർഷങ്ങളിലും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്കൊരു കഥയുണ്ട് ഇല്ല എന്ന് റിപ്ലൈ ഇട്ട് നമ്മൾ പിടിക്കും. എൻ്റെ ചോദ്യം, ഈ മോഹൻലാൽ എന്ന് പറയുന്ന സിനിമ പേരിട്ടപ്പം അത് ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ ഇട്ടത്? അല്ല, ഇപ്പം ലാലേട്ടനോട് ചോദിച്ചിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ചേംബർ എന്ന് പറഞ്ഞു, ഈ ടൈറ്റിൽ തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അത്? ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്നത് ഭയങ്കര ഇന്ത്യയിലൊരു നൊട്ടോറിയസ് ക്രിമിനലാണ്. ഞാൻ പറഞ്ഞു ദാവൂദെന്നും ഇബ്രാഹിം രണ്ട് നബിമാരുടെ പേരുകൂടിയുണ്ട്. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. അപ്പോൾ നടക്കാൻ പറ്റില്ല. അപ്പോൾ പിറ്റേന്ന് ഞാൻ പോയി ഇടി, ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഷോർട്ട് ഫിലിം ഇടി എന്നുള്ള ടൈറ്റിൽ, അങ്ങനെയാണ് ഇടി എന്നുള്ള ടൈറ്റിലാണ്. അങ്ങനെ അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഇടി നടന്നിട്ടുണ്ട് ഇവിടെ ഈ അസോസിയേഷനിൽ. അപ്പോൾ അടുത്ത ടൈറ്റിലോട്ട് ഞാൻ ചെല്ലുകയാണ്. അപ്പം ഞാൻ നേരെ ചെന്നിട്ട് പേപ്പർ വെച്ചു. പുള്ളി നോക്കി, എന്താ ഇത്? ഞാൻ എൻ്റെ പടത്തിൻ്റെ ടൈറ്റിൽ എന്തോ മോഹൻലാലാ? ഞാൻ പറഞ്ഞാൽ ഇത് പറ്റില്ല, ലാൽ സാറിൻ്റെ കൺസേൺ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി വെട്ടി, എന്നിട്ട് ലാലേട്ടൻ എന്നാക്കി കൊണ്ടുവച്ചു. അപ്പം താടി ലാൽ സാറിൻ്റെയും മോഹൻലാലിൻ്റെയും കൺസേൺ വെച്ചു പറഞ്ഞു. അപ്പം ഞാൻ പെട്ട് എന്നായി, മനസ്സിലായേ? അപ്പം ടെൻഷൻ എനിക്ക്. അപ്പോൾ അങ്ങനെ അന്ന് ശ്രീകുമാർ സാറാണ് മഞ്ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അപ്പം ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പോയി പറയുകയും ശ്രീകുമാർ സാറാണ് ലാൽ സാറിനെ അനിച്ചേട്ടൻ്റെ അടുത്ത് കാര്യം സംസാരിക്കുകയും അപ്പം ഇങ്ങനൊരു സിനിമയുടെ എന്താ പറയുക കഥയായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു ജനിച്ച അന്ന് മുതൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയുടെ കഥ. അത് എന്തുകൊണ്ടാണ് മീനാക്ഷി കുട്ടിയെ ഇഷ്ടപ്പെടുന്നതിന് കാരണമുണ്ട്. ഇതാണ് എൻ്റെ കഥ, ബേസിക് കഥ എന്ന് പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് ആ സിനിമ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ടൈറ്റിൽ നമുക്ക് തന്നത്. ഭയങ്കര സംഭവം. അതെ 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 അതെ. അപ്പം ഈ മോഹൻലാൽ സിനിമ ചെയ്തു, അതിൽ നിന്നും വ്യത്യസ്തമായി കൽബ് വരുന്നു. അതെ, ഈ റൊമാൻറ്റിക് നോട്ടിൽ ഒരു വളരെ ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് മൂവിയാണ് അത്. അതെ അതെ. ഈ സ്റ്റോറി ടെല്ലിംഗ് ഒരു ആർട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ അതിന് ശേഷം ഇപ്പം എവിടെയാണോ ഉള്ളത്? അല്ല, കൽബ് തിയേറ്ററിൽ വിജയിക്കുക. ഇപ്പം നമ്മൾ ഒ ടി ടിയിൽ നമ്മൾ എന്ത് ഹിറ്റായി ഇല്ലെങ്കിൽ ഒ ടി ടി കുറേ ആൾക്കാർ കണ്ടു ഇല്ലെങ്കിൽ അതിൻ്റെ പാട്ടുകൾ കുറേ ആൾക്കാർ ഷെയർ ചെയ്തെന്ന് പറഞ്ഞ് ഒരു മേക്കറിന് അടുത്ത സിനിമ എന്ന് പറയുന്നൊരു ബേർഡൻ തന്നെയാണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം സിനിമകൾ സംഭവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ബിസിനസ് സൈഡിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മളും പ്രൊഫഷണലുള്ള അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടറിൻ്റെ ലാസ്റ്റ് സിനിമ എങ്ങനെ തിയേറ്ററിൽ റൺ ചെയ്തു അതിനെ ബേസ് ചെയ്തിരിക്കും അയാളുടെ അടുത്ത സിനിമ പെട്ടെന്ന് ഓണാകാനുള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ നെൽസന്റെ ഫ്ലോപ്പ് സിനിമയ്ക്ക് ശേഷമല്ലേ ജയിലർ? അല്ല, അദ്ദേഹത്തിന്റെ പേരിൽ അതിന് മുമ്പ് ഒരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ സിനിമയുണ്ട്, മനസ്സിലായില്ലേ? താങ്കളുടേതും ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിലും ആവറേജ് സിനിമകളുണ്ട്. മലയാളികൾക്ക് പോയി അന്തസ്സായിട്ട് കുടുംബമായിട്ടിരുന്ന് കാണത്തക്ക രീതിയിലുള്ള സിനിമകളുണ്ട്, ഉറപ്പായിട്ടും. പക്ഷേ അത് ഞാനിപ്പോഴും ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി? 4-5ഓളം സ്ക്രിപ്റ്റുകൾ പല ജോണറിലുള്ള 4-5ഓളം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റുകൾ. അപ്പം ഞാനിപ്പോൾ ഒരു ആക്ഷൻ സിനിമ ഉർവശി ചേച്ചിനെയും ബിന്ദു പണിക്കരെയും വിൻസി അലോഷ്യസിനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനുകളും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഹിന്ദി സിനിമ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൽബ് ഒ ടി ടിയിൽ ഹിന്ദി വേർഷൻസ് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു തിയേറ്റർ സക്സസ് അതിന് ഒരു പരിധി വരെ ജസ്റ്റ് ആയിട്ടൊന്ന് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആലപ്പുഴയെന്ന് വന്നതല്ലേ ചുമ്മാ. അപ്പോൾ നമുക്ക് ആ ഒരു കടപ്പുറത്തിൻ്റെ ഒരു പവർ ഉണ്ടാവും. ഇപ്പോൾ ഈ ഫിലിം സർവൈവൽ എന്ന് പറയുന്നത് ഒരു ഈസി കാര്യമല്ല, ഒരിക്കലല്ല. പക്ഷേ പല ബ്രാൻഡഡ് ഡയറക്ടേഴ്സും കണ്ടിന്യൂസ് ഫ്ലോപ്പ് കൊടുത്തതിന് ശേഷം പിന്നെയും മേജർ സ്റ്റാർസിൻ്റെ ഡേറ്റ് കിട്ടുന്നുണ്ട്, പിന്നെയും മേജർ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടുന്നുണ്ട്,
അതെല്ലാം ഫ്ലോപ്പായതിന് ശേഷം താങ്കൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഇയർ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടോ? അല്ല, പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മേജർ സ്റ്റാറുമായിട്ട് വർക്ക് ചെയ്യുമ്പം ഒരു 2-3 വർഷത്തോളം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റാപ്പ് ഓൾറെഡി ഉണ്ടാവുകയാണ്. ഇന്ന് ഒരു സിനിമ സംഭവിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ ബേസിലാണ്. ഇപ്പം കഥയോ പല ആൾക്കാരും കഥ പോലും കേൾക്കാറില്ല. ആരുടെ ഡേറ്റ്, ഓക്കെ അങ്ങനെയാണ് നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അല്ലാതെ കഥ കേൾക്കുന്നതിന് നമ്മൾ അതിനപ്പുറം അവർ പ്രിയോറിറ്റി കൊടുക്കുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റാണ്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഡ്രിവൻ ഇൻഡസ്ട്രിയാണ് നമ്മുടേത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ഡേറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ കിട്ടുന്ന ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഡേറ്റുകൾ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പ്രൊജക്റ്റ് നടക്കും. അത് അവരുടെ മിടുക്ക് തന്നെയാണ്. ഞാൻ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഫാമിലിയിൽ നിന്നും ഈ പറയുന്ന സിനിമയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പൊളിറ്റിക്സിൽ പോയാൽ പോലും, സിന്ദാബാദ് വിളിച്ചാൽ പോലും വീട്ടിലുണ്ടാവുന്നതിനെക്കാട്ടിയും വലിയ ചീത്ത വിളിയാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ. എവിടെ ചെന്ന് അവസാനിക്കും, എന്തായിത്തീരും, അല്ലേ? ഒരു ബേസിക്കലി ഒരു മുസ്ലിം ഫാമിലിയാണ്, ഒരു കൺസർവേറ്റീവ് ഫാമിലിയാണ്, റിലീജിയസ് തോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാഷി ഇൻഡസ്ട്രിയിലേക്ക് മകൻ കയറി ചെല്ലുകയാണ്. എങ്ങനെയാണ് വീട്ടിൽ അച്ഛൻ, അമ്മ, മാരീഡാണോ? അതെ, മാരീഡാണ്. വൈഫ്, കുട്ടികളൊക്കെ? കുട്ടികൾ 3 കുട്ടികളുണ്ട്. അപ്പം വൈഫിൻ്റെ പേര് ഷീബ എന്നാണ്. കുട്ടികൾ ആദം, ഐദേൻ, ഐറ. ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ആദം മറ്റേ പലരുടെ ചെറിയ സീൻ ചുമ്മാ നിന്നിട്ടുണ്ട്. അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര് യഹിയ എന്നായിരുന്നു, മരണപ്പെട്ടു വളരെ 6-7 വർഷം മുമ്പ്. അമ്മ സീമ യഹിയ. ഞങ്ങൾ ആലപ്പുഴയാണ് ബേസ്ഡ്, അവിടെയാണ്. ഫിലിം ഇറങ്ങിയതിന് ശേഷമാണോ? അതെ. എൻ്റെ ആദ്യത്തെ സിനിമ അഭിനയിച്ചിട്ടുള്ള പോസ്റ്റർ കണ്ടിട്ടാണ് ഫാദർ ഞാൻ അഭിനയിച്ചു എന്നുള്ളത് ഉമ്മയ്ക്കറിയാം. അപ്പം അത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പുള്ളി നമ്മൾ കാണുമ്പം ഈ പറയുന്ന പോലെ, നേരത്തെ പറയുന്ന പോലെ ഇതിൻ്റെ ആവശ്യം ഉണ്ടൊക്കെ ചോദിക്കുമെങ്കിലും ഉള്ളുണ്ടി അവരൊക്കെ എൻജോയ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം അത് ഉറപ്പായിട്ടും. ഇപ്പം നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോഴും, നമ്മൾ പിണറായി വിജയൻ സാറിൻ്റെ നിന്ന് അവാർഡ് വാങ്ങിക്കുമ്പോഴൊക്കെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് കണ്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. അതെ. ഞാൻ പറഞ്ഞ പെട്ടി എടുത്തോണ്ട് ആദ്യം ഈ ബാംഗ്ലൂരൊക്കെ ചെന്ന് ഇറങ്ങി നിന്ന് പുകയൊക്കെ കണ്ടിട്ട്, അല്ല ഉറപ്പായിട്ടും അപ്പോഴത്തെ സ്ട്രഗ്ലോടിക്കാനുള്ള കാശ് പോലും കൈ ഇല്ല. അല്ല, ഞാനില്ല ആ സമയത്തൊക്കെ എന്നെ താങ്ങെത്തിയ സിനിമാ പ്രാന്തൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡാണ്. അത് എന്നും ഈ പറയുന്ന പോലെ എൻ്റെ ബേസിക് എക്സ്പെൻസസിനുള്ള കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്തു. ഇന്നും എന്ന് പറഞ്ഞാൽ ഇന്നും ഞാൻ സിനിമക്കാട്ടി കൂടുതൽ ഓടിപ്പോകുന്നത് സിനിമാ പ്രാന്തൻ എന്ന ബ്രാൻഡും CP ഫിലിം പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയും കൂടിയാണ്. അതിലൂടെയാണ്, അത് കാരണമാണ് എനിക്ക് പലയിടത്തും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ആ സിനിമ വേണ്ട, ഇല്ലെങ്കിൽ അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഇല്ലെങ്കിൽ അവരുടെ അടിമ പോലെ പോരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒരിക്കലും നമ്മുടെ ദ്രാഷ്ടം അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു വില തരണ്ടേ, നമുക്കൊരു ഡിഗ്നിറ്റി വേണ്ടേ, നമുക്കൊരു പ്ലേസ്മെൻറ്റ് ഇല്ലാത്തടത്ത് നമ്മൾ നിൽക്കാറുമില്ല, പടം ചെയ്യാറുമില്ല. അതിന് എനിക്ക് ചെയ്യാൻ പറ്റിയ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വരുമാനവും ഒരു ബിസിനസ്സും ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെരി ഗുഡ്. ഇത് മാത്രമല്ല, ഞാൻ താങ്കളുടെ മറ്റൊരു വളരെ വലിയ ടാലൻറ്റ് കണ്ടിട്ടുള്ളത് അഡ്വർടൈസിങ് ഫീൽഡ്. അതെ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രകാശ് വർമ്മയാണ് ഒരു സിഗ്നേച്ചർ ക്ലാസി മാഗ്നിഫൈങ് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഷീമാട്ടിയുടെ ആഡ്സ് ഞാൻ കാണുന്നത്. വളരെ മാഗ്നിഫൈങ്, ഭയങ്കര ഈ പറയുന്ന അതൊന്ന് ബ്രീഫ് ചെയ്യാം. ഈ പറയുന്ന ഈ ഗുസ്തിക്കാരന്മാരൊക്കെ ഇത് എന്താ സംഭവിക്കുന്നത്? ഷീമാട്ടിയുടെ ആഡ് ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലേ? ഷീമാട്ടിയുടെ ആഡിൽ ഈ ഗുസ്തി ഇത്രയും ഒരു ലോഡ് ഗുസ്തി ബൗൺസേഴ്സിനെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ കോൺസെപ്റ്റ്, ഈ അഡ്വർടൈസ്മെൻറ്റ്സ് എങ്ങനെയാണ് സാജിദ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഷീമാട്ടിയെ സംബന്ധിച്ചോളം ഇപ്പം ഞാനും സുഹൈൽ എം കോയ, ഇപ്പം മലയാളത്തിലെ ഏറ്റവും ഫേമസ് ലിറിക്സ്, ഇന്ന് വരണ്ടായിരുന്നു ഞങ്ങളുടെ ഇൻ്റർവ്യൂവിന്. പക്ഷേ സുഹൈൽ ചെറിയൊരു ബിസി ഒരു ഹോസ്പിറ്റൽ കേസുള്ള എമർജൻസി ഉള്ളതാണ് വരാനാണ്. ലോകയിൽ പാടിയിട്ടുണ്ട്. ലോക്കല്ല എന്നുള്ള എല്ലാ ഹിറ്റ് ഈ ലിറിക്സ് എന്ന കോൺസെപ്റ്റിൽ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നിട്ടുള്ള ലിറിക്സാണ്. ഇപ്പം ജാതിക്കാത്തോട്ടം, ഒരുപാട് ഇപ്പം ലോക, ഇല്ലെങ്കിൽ ആലപ്പുഴ ജിംഖാന, പെട്ടെന്ന് മിക്ക ഹിറ്റ് എല്ലാ ഹിറ്റ് പാട്ടുകളും സുഹൈലിൻ്റെയാണ്. ഇന്ന് ജെൻസി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സുഹൈലിനെയാണ് തോന്നുന്നത്, ജെൻസി ക്രൗഡ്. അപ്പം അപ്പം സുഹൈലാണ് കൂടുതലും കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഷീമാട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാരണം ബീന കണ്ണൻ എന്ന് പറയുന്ന അതിൻ്റെ ഓണറാണ്, ഇല്ലെങ്കിൽ ബീന മാഡമാണ്. ഞങ്ങൾക്ക് ബീനാമ എന്ന് വിളിക്കുന്ന ബീന മാഡമാണ്. കാരണം ബാക്കി ഏത് കമ്പനി പോയാലും ഒരു 100,000 ആൾക്കാരുണ്ടാവും ഡിസിഷൻസ് പറയാൻ. ഇപ്പോൾ ഒരു 5 മാനേജിങ് പാർട്ട്നേഴ്സ്, ഇല്ലെങ്കിൽ ഹെഡ്, മറിച്ച് കുറേ ആൾക്കാരുടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പം നമ്മൾ ഇപ്പോൾ മുന്നാബായി വഴിയാണ് ഞാൻ ഷീമട്ടിൽ ആദ്യമായിട്ട് ചെല്ലുന്നത്. അവിടെ പോയി ബീനാമയുടെ നമ്മളുടെ കറക്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ബീനാമ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഡ്
ഓക്കെയാണ്. പിന്നെ അതിനകത്ത് ഓണാണ്. പിന്നെ അതിനകത്ത് അഭിപ്രായം പറയാനോ അതിൻ്റെ അതുപോരെന്ന് പറയാനോ ഇത് ആരും ഉണ്ടാകത്തില്ല, മനസ്സിലായില്ലേ? പക്ഷെ മാസീവ് സെറ്റൊക്കെ ഇല്ലേ ഇട്ടേക്കുന്നത്? അതൊക്കെ ഷീമാട്ടിയല്ലേ നമ്മളൊരു ബ്രാൻഡ്, ഇവിടുത്തെ ലീഡേഴ്സാണ്. നമുക്ക് ആ ലീഡർഷിപ്പ് ടേക്ക് ഓവർ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ബീന വന്ന് എൻ്റെ അഡ്വർടൈസിങ് കണ്ട സിനിമ പോലെ ഇരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം അനുശ്വര മമിത വെച്ചാണ് ഫസ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നത്. കാലത്തിൻ്റെ ഒത്തുനടുക്ക് എന്ന് പറഞ്ഞിട്ട് ബീനാമയും അവർ വരുന്ന പോലെയും, പിന്നെ ഷീഫോ ഷീമാട്ടി എന്നുള്ള ആഡ്, പിന്നെ ഒരു വെബ് സീരീസ് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. അഡ്വർടൈസിങ്ങിൽ ആദ്യമായിട്ട് 3 എപ്പിസോഡിലുള്ള അഡ്വർടൈസ്മെൻറ്റ്, അത് ഡ്രീം ഗേൾസ് എന്ന് പറഞ്ഞൊരു ആഡ്സ്. അങ്ങനെ 3 ക്യാമ്പയിനാണ് ആദ്യം നമ്മൾ അനശ്വര മമിത അവരൊക്കെ അന്ന് ഞങ്ങൾ ഫൈൻഡ് ചെയ്ത് ഞങ്ങൾ അന്ന് വരുന്നത് ഇവർ രണ്ടും അടുത്ത സ്റ്റാർസാണ് മാഡം. ഇപ്പം അടുത്ത ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ ബസ് ഉണ്ടാക്കാൻ പോകുന്ന 2 ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ തന്നെ അവർ ഓക്കെ സജിത്ത് നിങ്ങൾ എടുത്തോളൂ, മിടുക്കികളാണ് അവർ. കാരണം ഉറപ്പായിട്ടും അവർ എല്ലാ ഇൻഡസ്ട്രിയിലും ഭയങ്കര വലിയ സ്റ്റാറുകളായി മാറി. പക്ഷേ ഭയങ്കര രസമുള്ള ആർട്ടിസ്റ്റുകളും ഡെഡിക്കേറ്റഡ് ആണ്. അവർ ആ 3 ദിവസം ഞങ്ങൾക്ക് വേണ്ടി ആഡിന് വേണ്ടി ഡേ നൈറ്റ് വർക്ക് ചെയ്യണം. മമിത ആയാലും അനശ്വര ആണെങ്കിലും അവരുടെ പേരൻസൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഈ ആഡിന് വേണ്ടി. അതിൻ്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് അവരിൽ നിന്ന് കിട്ടി. അതിനുശേഷം ആണ് ഷിമാരുടെ ഏറ്റവും വൈറൽ പരസ്യം ഞങ്ങൾ ചെയ്യുന്നത്, ആനക്കല്യാണം എന്ന് പറഞ്ഞ് ഓണത്തിന്. അപ്പോൾ എൻ്റെ അടുത്ത് ബിനാമ പറയുന്നത് ഓണത്തിൻ്റെ ഒരു അഡ്വർടൈസിങ് വേണം എന്ന് പറഞ്ഞ്, മുന്നാബായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റിൽ സുഹൈൽ ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ആന എന്ന് പറയുന്നത് കേരളത്തിലെ ആനയ്ക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ആളുകൾക്ക്, ദൈവികമായും ഇല്ലെങ്കിൽ നമ്മളൊക്കെ കാണുമ്പോൾ ഉള്ള സന്തോഷം. അതെ ആന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൗഡാണ്. അപ്പം നമ്മളെല്ലാത്തിനെയും കമ്പയർ ചെയ്ത ആനയെ വെച്ചിട്ടുണ്ട്. ആനയുടെ അത്ര ഉണ്ടോ, അത് വലിയ ആനയുടെ ആനയുടെ അത്ര ഒരു വണ്ടിയിടാം എന്നൊക്കെ നമ്മൾ ആദ്യം പറയുന്നത്. അപ്പം ഈ ആനയ്ക്ക് സാരി തേച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പം അതിനപ്പുറം ഷീമാട്ടിക്ക് ചെയ്യാനൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പം അത് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഷീമാട്ടിയിൽ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വല്ല കസ്റ്റം ഡിസൈൻസ്, കാരണം വലിയ വലിയ ഡിസൈൻ ഇപ്പോൾ സബിയസാച്ചിലൊക്കെ വർക്ക് ചെയ്ത ഡിസൈനേഴ്സിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഈസിലി ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഒരു ആനയെ അന്ന് ദേവനന്ദയാണ് ഞങ്ങൾ കാണുന്നത്. ദേവനന്ദ അന്ന് ഈ സിനിമ കഴിഞ്ഞ് ഭയങ്കര ഹിറ്റായി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മാളികപ്പുറം എന്ന സിനിമ കഴിഞ്ഞ്. അപ്പോൾ ദേവനന്ദയെ വിളിക്കും, ദേവനന്ദ വരുന്നു, ദേവനന്ദയെ വെച്ചിട്ട് സാരി കുടിപ്പിച്ച് നമ്മൾ ഇറക്കി. ബിനാമ എടുത്ത് വന്ന് റുക്മിണിയുടെ കല്യാണം എന്ന് പറയുന്നു. ആ കല്യാണത്തിന് അവർ അന്ന് ബിനാമ പറഞ്ഞ് ഞാൻ സാരി ഇടാന്ന് പറയുന്നു. അവർ എത്ര ഒരു സാരിക്ക് എത്ര നീളമുണ്ടെന്ന് ചോദിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആനയാണ്. അപ്പോൾ എല്ലാവരും ചേട്ടൻ എൻ്റെ ദൈവമേ ആന എന്ന് പറയുമ്പോൾ, പക്ഷേ ഷീമാട്ടിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഷീമാട്ടി ഒരു പാട്ടിലൂടെ ആനക്കല്യാണം എന്ന് പറയുന്ന ക്യാമ്പയിൻ, അന്ന് ഓണത്തിന് ഏറ്റവും കൂടുതൽ റീച്ചായത് ആഡാണ്. ആ പാട്ടും പ്രകാശ് ലക്സാണ് മ്യൂസിക്, ഇതെല്ലാം ഭയങ്കരമായിട്ട് വർക്കായി. അതിനുശേഷം നമ്മൾ ഷീമാട്ടിയുടെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന് പറയുന്ന അവരുടെ പുതിയ ഷോറൂംസുകൾക്ക്, അതായത് സാരികൾക്ക് വേണ്ടി മാത്രം ഇന്ത്യയിലുള്ള എല്ലാ ബെസ്റ്റ് സാരി ഡിസൈൻസും ഒരു ഷോറൂമിൻ്റെ അണ്ടറിൽ വരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു അഡ്വർടൈസിങ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത്, അപ്പോൾ സുഹൈൽ തന്നെ പറഞ്ഞ കോൺസെപ്റ്റാണിത്. അതായത് നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ആർട്ട് ഫോംസുകൾ, ഇപ്പോൾ ലൈക്ക് ഗുസ്തി ഇല്ലെങ്കിൽ ജല്ലിക്കെട്ട്, ഇങ്ങനത്തെ ഒരിക്കലും ഒരു സാരി ഉടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു 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 ആക്ടിവിറ്റിയെ നമ്മൾ സാരിയിൽ വന്ന് പെണ്ണുങ്ങൾ ജയിക്കുന്നതാണ് നമ്മളൊരു കോൺസെപ്റ്റ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഏതാണ്, സാരിയാണ്, എൻ്റെ ഗുസ്തിയാണ്. അതാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ഹരിയാനയിൽ അഗാഡയിൽ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു, എല്ലാം സെറ്റായിരുന്നു. പക്ഷേ ട്രാവൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ വെച്ചിൽ നമ്മൾ സെറ്റ് ഇടുമായിരുന്നു ഫുള്ള്. അതിൻ്റെ സോണി സബാൻ, ഇപ്പോൾ ടിക്കറ്റാക്കൊക്കെ ക്യാമറ ചെയ്ത് സോണിയാണ് ക്യാമറ ചെയ്യുന്നത്. അവിടെ നമ്മൾ ആ ഗുസ്തിക്കാരൊക്കെ വെച്ചിട്ട് അത്രയും ആൾക്കാരെ ഇവിടെ ഇറക്കി നമ്മൾ പരിപാടി സെറ്റ് ചെയ്തു. പിന്നെ നമ്മളിത് ജല്ലിക്കെട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ടീസർ ഇറങ്ങിയിട്ടുണ്ട്, ഫൈനൽ ആഡ് ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട്. കാരണം നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഇനി ഒരുപാട് അങ്ങനത്തെ ക്യാമ്പയിൻസ് ഷീമാട്ടിക്കേണ്ടി വരും. അപ്പം അഡ്വർടൈസ്മെൻറ്റ്സ് എന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാശ് സാറിൻ്റെ ഒക്കെ ഭയങ്കര ഒരു ആരാധനയാണ് ഞാൻ. അപ്പം അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, ബ്രാൻഡ് ചുമ്മാ നമ്മൾ ഒരു സാരി എടുത്ത് പെണ്ണുങ്ങൾ അങ്ങോട്ടും നടക്കുന്നതിനപ്പുറം ഞങ്ങൾ റാപ്പൊക്കെ ഞങ്ങളാണ് ആദ്യം സാരികളുടെ പരസ്യത്തിൽ ഇപ്പം ഷിഫോ ഷിമാട്ടിൽ അത് റാപ്പൊക്കെ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അടിപൊളി. എനിക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടി ഫാസറ്റഡ് ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നടനോട് സംസാരിച്ചു, പിന്നെ നമ്മളൊരു മ്യൂസിക് കമ്പോസറോട് സംസാരിച്ചു, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഡയറക്ടറോട് സംസാരിച്ചു, ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു ഡയറക്ടറോട് സംസാരിച്ചു. ഷീമാട്ടി മാത്രമല്ല, നമ്മൾ ഒരുപാട് 100ഓളം ആഡ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ന്യൂസ് മലയാളം, സത്യം പറയട്ടെ കോൺസെപ്റ്റൊക്കെ നമ്മൾ കൊടുത്താണ്. ഒരുപാട് അങ്ങനത്തെ കോൺസെപ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെരി നൈസ്, വെരി നൈസ്. അപ്പോൾ ഇപ്പം കറൻ്റ്ലി ഏതെങ്കിലും ആഡ്സ് ഇപ്പം നമ്മൾ ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്ന സപ്താ റിസോർട്ട്സ് വയനാടിൻ്റെ ആഡ്സ് അത്യാവശ്യം നല്ല ഇമ്പാക്റ്റിൽ പോയി. നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്തത്, നല്ല ഇമ്പാക്റ്റ് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പാലക്കാടിലുള്ളൊരു ഫോർട്ട് പാലസ് എന്ന ഹോട്ടലിൻ്റെ ആഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട്. അടിപൊളി. കൂടുതൽ വിശേഷങ്ങൾ ഒരു ടീ ബ്രേക്കിന് ശേഷം ഷൈൻ വരുന്നുണ്ട്.
സ്മോക്ഡ് ടീ കഴിച്ചിട്ടില്ല. അല്ലേ തന്നെ ചീത്തപ്പേരിന് കുറവൊന്നുമില്ല. സ്മോക്ക് ആണോ? കാണാം, സ്മോക്ക് കാണാം. അല്ലേ? ഓൺ പ്രിപ്പറേഷനാണ്. പിന്നെ നമ്മളെ ഇതേ കണക്കത്തെ കോക്ടെയിൽസ് ഉണ്ട്. ആണല്ലേ? ഇതിനെ നമ്മൾ ടീ ഫോമാറ്റിലേക്ക് എനിക്ക് തോന്നുന്നു വേൾഡിൽ അഞ്ചിട്ടില്ല. അഞ്ചില്ല. നിങ്ങളെപ്പോലത്തെ ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി ആണോന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അടിപൊളി. കമോണ പിടി. എൻജോയ് ദ ടീ. അരിയുണ്ട. അരിയുണ്ട പിടി. ശർക്കരയും ഇത് കഴിച്ചാൽ കടിക്കണം. എന്താ സാധാരണ അടിച്ച് പൊട്ടിക്കണം അല്ലേ? ഞാൻ ഒരു എക്സ്പ്രഷൻ കൊടുത്തിരുന്നു, പക്ഷെ അത്രയും കട്ടിയില്ല, സോഫ്റ്റാണ്. അപ്പം സിനിമൻ ടീം അരിയുണ്ടയും പൊളിയായിരുന്നു. സിനിമൻ സ്മോക്ക് ടീ അല്ല, ഒരു എക്സ്പീരിയൻസ് അല്ലേ? പൊളിയാണ്. ഷെഫിൻ്റെ എല്ലാം, എനിക്ക് ഷെഫിൻ്റെ എള്ളുണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഡ്രൈ എള്ളുണ്ട ഒരു രക്ഷയില്ല. അത് കുറച്ച് ഹ്യൂജ് ആയിട്ട് മാർക്കറ്റ് ഇറക്കണം. അതൊക്കെ ഹെൽത്തിയാണ്, അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ അത് അധികം കഴിക്കാൻ പാടില്ലല്ലേ, ചൂടാണ് അല്ലേ? എൻ്റെ ചോദ്യം, വീട്ടിൽ പാചകം ചെയ്യുമോ? ഇല്ല, ഇല്ല. അടുക്കളപ്പണിയൊന്നുമില്ല. ഒന്നുമില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം മൾട്ടി ഫാസറ്റഡ് അല്ല. അതല്ല പണി. ഉമ്മയൊക്കെ പിന്നെ ഉമ്മയൊക്കെ അടിപൊളി. ഉമ്മയൊക്കെ പൊറോട്ട ആണ് മെയിൻ. എൻ്റെ ഉമ്മ പൊറോട്ടയും മട്ടൻ ചാപ്സും ആണ് മെയിൻ. എൻ്റെ ഉമ്മക്ക് സാമ്പാറിൽ 2 പീസ് മട്ടൻ ചാപ്സ് ഇടും, 2 മട്ടൻ്റെ പീസ് ഇടും. മൊത്തം നോൺ വെജ് ഐറ്റംസ് ആണ് മൊത്തം. അമ്മ പൊറോട്ട ഉണ്ടാക്കും വീട്ടിൽ. പിന്നെ അടിപൊളി ഉണ്ടാക്കും. അതിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കും. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും മോർണിംഗ് പൊറോട്ട ആയിരിക്കും. പക്ഷെ അത് കഴിച്ചാൽ ഡേഞ്ചറസ് അല്ല. വളരെ മുട്ടയൊക്കെ ചേർത്ത് അങ്ങനെയാണ്. മുട്ടയൊക്കെ ചേർത്ത് ഭയങ്കര ചെറുതാണ്, ഭയങ്കര വലിയ പൊറോട്ട അല്ല, ഭയങ്കര ചെറിയ പൊറോട്ടയാണ്. പൊറോട്ട ആണ് മെയിൻ നോൺ വെജ് ഫുഡുകളുടെ. അമ്മയെ ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ പോകുമ്പം നമ്മൾ വീട്ടിലെ ഫുഡ് മിസ് ചെയ്യുമ്പം ഏതായിരിക്കും കൂടുതലും മിസ് ചെയ്യുന്നത്? എനിക്കിഷ്ടം ഉമ്മയുടെ ഈ ചെറിയ പൊറോട്ടയും മട്ടൻ ചാപ്സും ആണ് എൻ്റെ ഫേവറേറ്റ്. എന്നിട്ട് ഒരു ദിവസം പോലും എപ്പോഴും എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്ന് കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും നാളായിട്ട് എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. പൊറോട്ടയും മട്ടൻ ചാപ്സും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഷെഫിന് ഞെട്ടും ആ ചാപ്സും മുട്ടൻ. അമ്മമാരുടെ ഫുഡ് കണ്ട പണ്ടേ ഞെട്ടും. ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ട്, ഇത് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് എല്ലാം. ആരും പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ അതാണ് ഉമ്മയുടെ മെയിൻ ഫുഡ്. അതാണ്. ഷീബ കുക്ക് ചെയ്യുന്നത്? ഷീബയും ഭയങ്കര രസമായിട്ട് കുക്ക് ചെയ്യും. കൂടുതലും ഇപ്പം എനിക്കിഷ്ടമുള്ള കുറേ ഡിഷസ് ഉണ്ട്. പ്രത്യേകിച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയത്, മറ്റേ ഇത് അങ്ങനത്തെ ഒരുപാട് ചെമ്മീൻ പൊരിച്ചത്, അതൊക്കെ എനിക്കൊരു പ്രത്യേക ഒരു ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അതൊക്കെ ഷീബ പെട്ടെന്ന് തന്നെ ആ സമയത്ത് പഠിച്ചെടുത്തു. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ പൊറോട്ട ഉണ്ടാക്കി ഷീബക്ക് വർക്കായിട്ടില്ല. ഉമ്മയുടെ കൈ ആ ഒരു ഫിനിഷിങ് വന്നിട്ടില്ല. ഉമ്മയെ കണ്ട് അത് പഠിച്ചെടുത്തേ പറ്റും. ഐ ആം കമ്മിങ്. സാജിദിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് ഒരു ഈ LKG പഠിക്കുമ്പം, പിന്നെ എന്താ പറയുക, എൻ്റെ ഈ ഫാൻസി ഡ്രസ്സുണ്ട്. അപ്പം വർഷങ്ങളായിട്ട് എൻ്റെ ചേട്ടൻ പുല്ലിയത്തുകാരി, എൻ്റെ പെങ്ങൾ പുല്ലിയത്തുകാരി, എല്ലാവരും പുല്ലിജെത്തുകാരിയായിട്ട് കയറിയിട്ട് നേരെ സ്റ്റേജിൻ്റെ വാതിക്ക് നിന്നിട്ട് ഇങ്ങനെ തുപ്പണം. എന്നിട്ട് അപ്പോൾ എല്ലാവരും നോക്കും, അത് നടന്നു പോകണം. ചെസ്റ്റ് നമ്പറുണ്ട്, അതാണ്. അപ്പം എല്ലാം ഈ കുഷ്ഠരോഗി, അങ്ങനെ പല പല ഐറ്റംസാണ്. അതിനകത്ത് ഏറ്റവും നമ്മൾ മൊത്തം ചെളിയൊക്കെ വാരി തേച്ച്, അപ്പോൾ അത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത പുല്ലിയത്തുകാരിയായിട്ടാണ്. ഞാൻ പഠിച്ച LKG സ്കൂളിൽ, റോട്ടറി ക്ലബിൻ്റെ സ്കൂളിലാണ്. അവിടെ ഞാനിങ്ങനെ തലയിൽ പുല്ലൊക്കെ വെച്ചിട്ട് നേരെ മുറുക്കാനൊക്കെ, അപ്പോൾ എനിക്ക് മുറുക്കാൻ ഈ പാൻ ചവക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ അതിൻ്റെ മധുരമാണല്ലോ, ചുമന്ന് വളരാം. അതുമല്ല നമ്മൾ ആദ്യമായിട്ടാണല്ലോ, നമുക്കില്ല തരത്തില്ല, ഇതിനു വേണ്ടി തരുന്നത്. അത് പകുതി മുട്ടിച്ച് മറ്റേ സ്വീറ്റ് പാൻ അത് ചവച്ച് വാതിക്കെ പോയിട്ട് ഇങ്ങനെ തുപ്പിയിട്ട് പുല്ല് ചെത്താനുണ്ടോ പുല്ല് എന്നിട്ട് നടന്നു പോകണം. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്. എനിക്കറിയില്ല, എന്നാലും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ആണെന്ന് തോന്നുന്നു. കാരണം അതിലും വൺ ഭീകര ഐറ്റംസ് ഒക്കെ ഒന്ന് കുഷ്ഠരോഗിക്കാന്ന് തോന്നുന്നു ഫസ്റ്റ് പ്രൈസ്. മൊത്തം അങ്ങനെ ആക്കി ഫുൾ ചെളിയൊക്കെ അതിൽ എന്നിലും കൂടുതൽ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു അവർക്കാണ് തോന്നിയിട്ട്. ഫാൻസി ഡ്രസ്സസ്. ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇന്ന് വരുന്ന യുവ കലാകാരന്മാർക്ക്, ഇല്ലെങ്കിൽ കലയിലേക്ക് വരണം, കലയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്ന കലാകാരന്മാർക്ക് എന്തുകൊണ്ട് സിനിമാ ഭ്രാന്തൻ ഒരു വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്യുന്നില്ല? നല്ല വർക്ക്ഷോപ്പ് ചെയ്യണം. അപ്പം അതിനൊരു അത്രയും അങ്ങനൊരു ഞങ്ങൾക്ക് ഈസിലി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനൊരു ഭയങ്കര പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ദിവസം രാവിലെ കുറച്ച് ആൾക്കാർക്ക് അഡ്വർടൈസ് അവർക്ക് കാശ് വാങ്ങിച്ച്, അല്ലെങ്കിൽ പറയുന്ന പോലെ അതിന് ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ചെയ്യാമെന്ന് ആലോചിച്ചതാണ്.
അപ്പോൾ ഇപ്പം ഞാൻ അതിന് വേണ്ടി ഒരു BeTheActor.com എന്നൊരു വെബ്സൈറ്റ്, ഒരു ആപ്പ്, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് സിനിമ പ്രാന്ത് നെക്സ്റ്റ് ലെവൽ സംഭവമായിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പുകളും ഇല്ലെങ്കിൽ ആക്ടിങ്ങിൽ ഓൺലൈനിൽ എങ്ങനെ നമുക്ക് ഈസിലി എക്സിക്യൂട്ട് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് കുറച്ചുകൂടി കോർപ്പറേറ്റ് ലെവലിൽ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും, ഏറ്റവും ഈ ഭയങ്കര വലിയ പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാതെ ചെയ്യാൻ പറ്റും. അത് സാധനം നമ്മളിപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാജിദ് ദഹിയ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് സാജിദ് ദഹിയ നല്ലൊരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ്. ബേസിക്കലി പല മേഖലകളിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഭാഗ്യവും ദൈവാധീനവും താങ്കളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികളുണ്ട്, +2 സ്റ്റുഡൻസ്, ഇല്ല ടീനേജേഴ്സ്, ഇല്ല കോളേജ് റിലേറ്റഡ് സ്റ്റുഡൻസ്, ഇവരിപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എങ്ങനെയാണ് സിനിമ എന്നുള്ളത്. പലരും ഇതൊരു ഭാഗ്യമാണെന്ന് പറയുന്നു, പലരും ഹാർഡ് വർക്കാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെപ്പോലത്തെ വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ താങ്കളെപ്പോലത്തെ വ്യക്തിത്വങ്ങൾ സ്കൂളുകളുമായിട്ട് സംസാരിച്ച് അവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ മോറൽ സയൻസ് ഒരുപാട് പീരിയഡ്സ് ഉണ്ട്, ഓരോ ഷെഡ്യൂൾ പീരിയഡ്സ് ഉണ്ടല്ലോ. അവിടെ ചെന്നിട്ട് എന്തുകൊണ്ട് സിനിമാ പ്രാന്തനിൽ നിന്നാണ് വി ആർ പ്ലാനിങ് ടു ഡു എ വർക്ക്ഷോപ്പ് ഓൺ സോ ആൻഡ് സോ ഡേറ്റ്സ്. If you are interested, please contact us എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാലൻറ്റഡ് കുട്ടികൾക്ക് ഒരു വഴികാട്ടിയാവാൻ ഇപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന് ഇതിനൊരു തലേത്തൊട്ടപ്പൻ വേണ്ട, ഇതിന് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇൻഡസ്ട്രി നിങ്ങളെ നാളെ അംഗീകരിക്കും. ഇതൊരു ഇൻസ്പിറേഷണൽ, ഒരു ഇൻഫ്ലുവൻഷ്യൽ ടോക്കാണ്. ഉറപ്പായിട്ടും. അപ്പോൾ ഒരുപാട് ടൈമുണ്ട്, കാരണം സിനിമകൾ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ഫ്രീ ടൈമിനകത്ത് തന്നെ, ഇല്ലെങ്കിൽ ഷെഡ്യൂൾ, ഇന്ന് താങ്കൾക്ക് ഫ്രീ ടൈം ഉണ്ടെന്ന് ഞാൻ അല്ല പറയുന്നത്, പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് ഒരുപാട് നല്ല കലാകാരന്മാരെയും കലാകാരിമാരെയും സിനിമാ പ്രാന്തൻ ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ കണ്ടെത്താനും ഈ പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് സമ്മാനമായി കൊടുക്കാനും പറ്റത്തില്ലേ? ഉറപ്പായിട്ടും പറ്റും. ഇപ്പോൾ സിനിമാപുര എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു 10ഓളം ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളിവിടെ സംഭവിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ബെനിഫിറ്റോ ഇല്ല, അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് വാങ്ങിച്ചോ ഒന്നുമല്ല. ഒരു സിനിമ നടക്കുക എന്നുള്ള ബേസിൽ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. പല സിനിമകൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പല സിനിമകളും ഇവിടെ നമ്മൾ വഴി ഓപ്പറേറ്റ് ചെയ്ത സിനിമ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിം ആക്കാൻ വന്ന സിനിമ, നമ്മുടെ സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം എന്നൊരു സിനിമ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ, ഇപ്പോൾ ഷെഫ് പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് ഉറപ്പായിട്ടും നമ്മൾ ട്രൈ ചെയ്യേണ്ട പോയിൻ്റാണ്. നമുക്ക് ഞാൻ പറയാൻ കാരണം സാജിദ് ദഹിയ പല അപ്കമിങ് ഡയറക്ടേഴ്സിനും ചെറിയ ഫണ്ടിങ് ചെയ്തിട്ടാണെങ്കിൽ പോലും അവർ എക്സ്പെരിമെൻ്റൽ ഷോർട്ട് ഫിലിംസിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല ഫിലിംസും ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതെ. അത് ഷോർട്ട് ഫിലിംസ് അല്ല, പ്രോപ്പർ ഫ്യൂച്ചർ ഫിലിംസ് തന്നെയാണ്. അത് ചെറിയ ബഡ്ജറ്റിലല്ല ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സിനിമാ പ്രാന്തൻ ഫിലിം പ്രൊഡക്ഷൻസ്, CP ഫിലിം പ്രൊഡക്ഷൻസ് എന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്, ഫിലിമുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അതിന് എൻ്റെ കൂടെ നിതിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യവസായ, ഒരു ഭയങ്കര കേരളത്തിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഒരു വ്യവസായി നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ സുഹേൽ കോയയുടെ ഗൈഡൻസ് മൊത്തമുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുകൂടെയാണ് സിനിമകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങളിപ്പോൾ പല്ലുട്ടി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. 2 ഷേഷിപ്പ് എന്ന പല്ലുട്ടി 3 സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങി, 2 JCL അവാർഡ്, ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവൽ സെലക്റ്റായി. ഇപ്പം ഈ ഷേഷിപ്പ് എന്നുള്ള സിനിമ IFFKയിൽ പോയി. നമ്മളത് ഇപ്പം 3ാമത് സിനിമ, ഇപ്പം ദ മഡ് ഫിഷ് എന്നുള്ള സിനിമ നമ്മൾ ഷൂട്ട് കഴിഞ്ഞു. നമ്മൾ കാൻസിൽ അയക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ കാൻസ് പോലുള്ള വലിയ വലിയ എയർ ഫെസ്റ്റിവലുകൾ നമുക്കൊരു മലയാള സിനിമ കൊണ്ടെത്തിക്കണം. അതിനുള്ള പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഒരു തോട്ട് പ്രോസസ് അല്ലേ? എല്ലാവരും സിനിമ ചെയ്യുമ്പം ബഡ്ജറ്റ് ഭയങ്കര ബിഗ് ഹിറ്റ് ആവണം, 100 കോടി 50 കോടി 100 കോടി ക്ലബിൽ കയറിയോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്ത് താങ്കൾ സിനിമ മൂല്യം അല്ലെങ്കിൽ കലാമൂല്യമുള്ള സിനിമകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവാതെ വന്നാൽ താങ്കളുടെ പ്രൊഡ്യൂസേഴ്സിലെ കോ പാർട്ട്നേഴ്സ് എങ്ങനെയായിരിക്കും? അല്ല, ഇന്ന് ഞങ്ങൾ സ്ട്രഗ്ലിംഗ് തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ സിനിമയിൽ നിന്നുണ്ടാക്കിയ സിനിമാ പ്രാന്ത് എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ സിനിമകൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള സിനിമകളിലൂടെയാണ് മലയാള സിനിമ എന്നൊരു ഇൻഡസ്ട്രി ഉണ്ടായത്. അല്ല, നമുക്കൊരിക്കലും 100 കോടി പടങ്ങളോ 1000 കോടി പടങ്ങളോ നമ്മുടെ ഇൻഡസ്ട്രി ഇല്ലായിരുന്നു. നമ്മൾ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകളിലൂടെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള മേക്കേഴ്സ് നമ്മളിവിടെ വേണം. ഇപ്പോൾ ഇവിടെ കൊമേഴ്സ് സിനിമ വേണമെന്നില്ല. ആ സിനിമയുടെ പാരലി
പണ്ട് ഇപ്പം എന്താ പറയുക ഒരു വേറൊരു ഇപ്പം പത്മനാഭൻ സാറിനെ പോലെ ഇല്ലെങ്കിൽ അരവിന്ദ് സാറിനെ പോലെ കെ ജി ജോസ് സാറിനെ പോലെ ലിജൂസ് പല്ലിശ്ശേരിയെ പോലെ പാരലൽ സിനിമകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു, മനസ്സിലായില്ലേ? അങ്ങനത്തെ സിനിമകൾക്ക് ആർട്ടിസ്റ്റുകൾ ഡേറ്റ് കൊടുക്കാതായി, അങ്ങനത്തെ സിനിമകൾ പ്രൊഡക്ഷൻ കമ്പനികൾ കേൾക്കാതായി. അങ്ങനെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം പല്ലുട്ടി എന്ന സിനിമ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ലിറ്ററലി നമ്മളെ അങ്ങ് അതൊരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ള എല്ലാ എലമെൻറ്റുള്ള സിനിമയാണ്, പക്ഷേ അത് ആർട്ട് സിനിമയാട്ടാ എന്നൊരു ആംഗിളാണ് ചിന്തിക്കുന്നത്. ഇത്രയും നല്ല കലാമൂല്യം പണ്ട് KPSC പോലത്തെ നാടകങ്ങളുണ്ടായിരുന്നു, ശരിയല്ലേ? ഉറപ്പായിട്ടും. താങ്കൾ പറഞ്ഞ ബ്യൂട്ടിഫുൾ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ആ ഡയറക്ടേഴ്സ് എല്ലാം അവശ്യ നിലയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഉറപ്പായിട്ടും കലയുടെ കാര്യത്തിലാണ് പറയുന്നത്, സാമ്പത്തികമല്ല. സാമ്പത്തികമായിട്ടും ഇവരൊക്കെ പ്രശ്നത്തിലാണ്. അതെ, ഭരതേട്ടനെ പോലത്തെ ആൾക്കാരെ എല്ലാവരും ഇന്ന് വാഴ്ത്തി പാടുന്നുണ്ട്. പക്ഷേ അതുപോലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ ഈ സമൂഹത്തിലുള്ള നിങ്ങൾ ഉൾപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രി എവിടെങ്കിലും സ്പേസ് കണ്ടെത്തുന്നുണ്ടോ? അല്ല, അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കൂഴാലി പോലൊരു സിനിമ ആരും ചെയ്യില്ല. ആ സിനിമ ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ആ സിനിമ സംഭവിക്കില്ല. പല്ലുട്ടി എന്നുള്ള സിനിമ ഇവിടെ ആര് ചെയ്യാനാണ്? ചെയ്യില്ല. ആ സിനിമ ചെയ്യാനുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സിനിമകളെല്ലാം വലിയവരുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നത് കുട്ടികളുടെ സിനിമയല്ല, അത് വലിയവൻ്റെ മാനസിക പ്രശ്നമാണ്, മനസ്സിലായില്ലേ? അത് കുട്ടികളുടെ സിനിമ എന്ന് ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള കുട്ടികളുടെ സിനിമ, അതായത് കുട്ടിയുടെ ഡൗട്ട്സ്, ഒരു ഉമ്മ വെച്ചാൽ കുട്ടി ഉണ്ടാവുമോ, ബബിൾക്കം വിഴുങ്ങിയാൽ മരിക്കുമോ എന്ന് ഒരു കുട്ടിയുടെ അത് എനിക്കൊക്കെ തോന്നിയിട്ടുള്ള, അപ്പം അത് അഡ്രസ്സ് ചെയ്യുന്നൊരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് പല്ലുട്ടി, മനസ്സിലായില്ലേ? കൂഴാലിലേക്ക് വരുമ്പോൾ കൂഴാലി കുറച്ചുകൂടി നമ്മൾ പറയേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഇപ്പോൾ കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള കശുവണ്ടി ഫാക്ടറിയുള്ള ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അവിടെ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളുണ്ട്. അത് നമ്മൾ പറയേണ്ട ഒരു വിഷയമായിട്ട് തോന്നി. അത് ആ ഡയറക്ടറിൻ്റെ ലൈഫിൽ നടന്നൊരു ഒറിജിനൽ സംഭവത്തിന് ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ലൈഫിൽ നടന്ന അങ്ങനെ കുറേ ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അപ്പോൾ അത് എന്നെക്കൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് തീർക്കുന്നതിനപ്പുറം അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യാമറ കൊടുത്ത് അതിൻ്റെ അവരുടെ ടീം തന്നെയാണ് ഫുള്ള്. ഇപ്പോൾ പലരും കുറച്ചുകൂടി ഞാൻ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ യൂസ് ചെയ്തിട്ടുണ്ട് ആർട്ടിലേക്ക്. ഇത് ആ ഡയറക്ടർ വരുന്നത് തന്നെ ആ ഡയറക്ടർ, ക്യാമറാമാൻ, എഡിറ്റർ എല്ലാവരും വരുന്നത് അങ്ങനെ ഒരു ടീമിനെ വെച്ച് തന്നെ നമ്മൾ എക്സിക്യൂട്ട് എടുത്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിൻ്റെ എൻ്റെ വരട്ടെ നല്ല സിനിമകൾ. ഞാനിതുപോലെ വലിയ വലിയ ഫെസ്റ്റിവലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏട്ടയർ ഫെസ്റ്റിവൽ, ലൈക്ക് കാൻസ്, ബെർലിൻ പോലത്തെ വലിയ വലിയ ഫെസ്റ്റിവലിൽ, ഷാങ്ഹായ് പോലത്തെ ഫെസ്റ്റിവലിൽ ആ സിനിമ എത്തിക്കണം എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഇതേപോലത്തെ മൂവികൾ ഇന്നത്തെ വർക്ക്ഷോപ്പായിട്ട് വന്ന് കുട്ടികളെ ഇൻഫ്ലുവൻസ്, കാരണം ഇന്നിപ്പോൾ വെട്ട്, കുത്ത്, അടി, 10 വെട്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രൊഡ്യൂസർ വിളിച്ച് ആലോചിക്കുന്നത്, തല പൊട്ടി തലച്ചോറ് പുറത്തു വരുന്നുണ്ടോ അവർ ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ സൂപ്പർ പറ്റിയതാണോ, ചാത്തൻ ഇല്ലെങ്കിൽ മറ്റേ ഏതാ ഈ കൈൻഡ് ഓഫ് ഐറ്റംസ് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. മറ്റേ വാമ്പയർ ഉണ്ടോ? കാരണം ഈ കോവിഡിന് ശേഷം ഈ പറഞ്ഞ നമ്മുടെ ജനറേഷൻ ഫസ്റ്റ് ദിവസം സിനിമ കാണുന്ന 2000-2005 ജനിച്ച ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഈ സൂപ്പർ നാച്ചുറൽ കൈൻഡ് ഓഫ് സിനിമകളാണ്. അതാണ് ഇപ്പോഴത്തെ വളരെ ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിനിമകളുടെ പുറകെയാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുക. എന്താണ് ഹിറ്റ്? അതിൻ്റെ പുറകെയാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പം അതാണ് ചോദിക്കുന്നത്. എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളത്, പണ്ട് ഒരു പുഴ, വളരെ മനോഹരമായൊരു പുഴയുടെ തീരത്ത് ഒരു പയ്യൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാളവിടെ നിൽക്കുന്നു, ഒരു ബ്ലാക്ക് മാജിക് ഒരാളവിടെ നിൽക്കുകയാണ്. ഒരു മോൺസ്റ്റർ ടൈപ്പ് ഓഫ് ഒരു പേഴ്സണാലിറ്റിയാണെന്ന് പറയാം. അപ്പോൾ അയാളവിടെ നിന്നുകൊണ്ട് പറയണം, ഇങ്ങനെ കുറേ പൊടിയൊക്കെ വാരി ഈ വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് ശിഷ്യനോട് പറയണം, നാളെ തൊട്ട് ഇതിലെ വെള്ളം കുടിക്കുന്നവരെല്ലാം തലയ്ക്ക് വട്ടായി മാറും. അപ്പോൾ ഇത് കേട്ട് സാജിദഹി, അല്ലെങ്കിൽ ഇത് കേട്ട് അവിടെ കണ്ടുകൊണ്ട് നിന്ന പയ്യൻ കംപ്ലീറ്റ് ആൾക്കാരുടെ ഇടയിൽ നിലയും വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അയ്യോ വെള്ളം കുടിക്കല്ലേ, കാരണം ഈ വില്ലേജിലേക്കുള്ള കംപ്ലീറ്റ് വെള്ളവും കുടിക്കേണ്ടത് ഈ പുഴയിൽ നിന്നാണ്. നിങ്ങൾ സ്വന്തമായിട്ട് കിണർ കുഴിക്കുമോ, നിങ്ങൾ ആ പുഴയിലേക്ക് പോകരുതേ. അപ്പം നിനക്ക് വട്ടാന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ കുടിക്കുന്നു. ഒരു വീട് വട്ടാവുന്നു, 2 വീട് വട്ടാവുന്നു. അപ്പോഴും കണ്ടുകൊണ്ടിരുന്ന സാഹചര്യം നാട്ടുകാരുടെ അടുത്തെല്ലാം വിളിച്ച് പറയാം, കുടിക്കല്ലേ, അത് ഈ കുടിച്ചാൽ വട്ടാവും. അപ്പം അങ്ങനെ ആ സൊസൈറ്റി, ആ വില്ലേജ് മൊത്തം വട്ടായി, ഒരാളൊഴിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വില്ലേജ് നോക്കുമ്പോൾ ആർക്കാണ് വട്ട്? അങ്ങനെ ആ പയ്യനെയും ഓടിപ്പിച്ച് പുഴയിലേക്ക് ചാടിച്ച് അവനും കൂടെ ആയി വട്ടാവുന്ന ഒരു സൊസൈറ്റിയാണ് ബേസിക്കലി നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. കറക്റ്റാണ്. അങ്ങനെ
ആൾക്കാർ ഓടിച്ച് വെള്ളം കുടിപ്പിക്കുമോ സാർ? ഇല്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ ഭയങ്കര ഈ ഒരു കാലഘട്ടത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. അപ്പം അത് സുഹൈലാണ് അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അപ്പം അതിനാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തമിഴ് സിനിമ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുവരെ നമ്മൾ ചെയ്ത സിനിമകളിൽ നിന്നും മാറി ചിന്തിക്കുന്ന, അതിൻ്റെ മാറി മേക്കിങ്ങിലൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. കലാമൂല്യമുള്ള സിനിമകളിൽ സൂപ്പർ സ്റ്റാർഡം അന്ന് അലങ്കരിച്ചിരുന്ന കാലഘട്ടത്തിലും സൂപ്പർ സ്റ്റാർഡം, അതായത് മമ്മൂക്ക പോലത്തെ പേഴ്സണാലിറ്റീസ്, അന്നാണ് വിധേയൻ ഉണ്ടാവുന്നത്, അന്നാണ് പൊന്തൻ മാട ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേപോലത്തെ ക്യാരക്ടേഴ്സുമായിട്ട് ചെല്ലാനും അത് സ്വീകരിക്കാൻ, അത് അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. കാരണം അത് മാത്രവുമല്ല, ഫ്ലാഷിയോ ഗ്ലാമറസ് റോളുമല്ല, ഒന്നുമല്ല. ആ ക്യാരക്ടറിൻ്റെ മൂല്യവും ആ ഡയറക്ടറിൻ്റെയും കഥാകൃത്തിൻ്റെയും പുറത്തുള്ള വിശ്വാസവുമായിരുന്നു ആ മഹാനടന്മാർക്ക് അന്നുണ്ടായിരുന്നത്. അതുപോലാണോ ഇന്നത്തെ നടന്മാർ? എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ നടന്മാരൊന്നും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. എല്ലാവരും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിക്കും. കാരണം ഓരോരുത്തരെടുക്കുന്നു, സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്യുന്നു, എൻ്റെ ഇഷ്ടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്നു, പലരും സഫർ ചെയ്യുന്നെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണ്. അവരുടെ വീട്ടിലുള്ള ആൾക്കാരൊന്ന് സജഷൻസ് പറയുന്നു, അവരുടെ മേക്കപ്പ് വന്ന ക്ലൈമാക്സ് ഇങ്ങനെ ആക്കില്ലെന്ന് ചോദിക്കുന്നു. അതായത് ഇവിടുത്തെ പ്രബുദ്ധരായ പല റൈറ്റേഴ്സ് എഴുതിയ സ്ക്രിപ്റ്റുകൾ എടുത്തിട്ട് കരവാനെന്ന് തിരുത്തുന്നു. ഇതൊക്കെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ സിനിമകൾ ബാക്ക് ടു ബാക്ക് താഴ്ത്തോട്ടിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുടെ സിനിമകൾ പൊങ്ങിയും വരുന്നുണ്ട്. അങ്ങനത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാതെ, അതൊരു ഡയറക്ടറിനെ വിശ്വസിച്ചില്ല, എഴുത്തുകാരൻ ആ മേക്കേഴ്സിനെ വിശ്വസിച്ച് വിട്ടുകൊണ്ടാണ് ആ സിനിമകൾ പൊങ്ങി നിൽക്കുന്നത്. അല്ലാത്ത ആൾക്കാരുടെ സിനിമകളുടെ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും താഴത്തോട്ടാണ്. നാളെ നമ്മൾ മാത്രമേ അതിനകത്ത് പരിതപിക്കാൻ കാണത്തുള്ളൂ. ഇവരൊക്കെ ഹിറ്റായാൽ മൊത്തം ഇവർ ക്രെഡിറ്റ്സ് മൊത്തം അവർക്കും, ഫ്ലോപ്പായാൽ മൊത്തം നമ്മുടെ നിലക്ക് വരുന്നത്. അതുകൊണ്ട് ഫ്ലോപ്പായാലും ഹിറ്റായാലും നമ്മുടെ പിടിപ്പുകൊണ്ടാണെന്ന് നമ്മുടെ പിടിപ്പുകൊണ്ട് നമുക്ക് തോന്നണം. മനസ്സിലായില്ലേ? അങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റണം. സാധ്യതയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കുറച്ച് അഗ്രസീവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമ മേക്ക് ചെയ്യുന്നതിനോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിനോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊന്നുമല്ല, ഇത് പ്രോപ്പറായിട്ട് തിയേറ്ററിൽ കളിപ്പിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കൽബിനൊക്കെ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നത്, പല്ലുട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് എനിക്കൊരു സെക്കൻഡ് ഷോ തരാൻ വേണ്ടിയാണ്. ഈ കൽബും പല്ലുട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഷോ ഇടുന്നത് രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് ആര് തിയേറ്ററിൽ പോകാൻ? ആരും പോകത്തില്ല. അപ്പം ഞാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത് ഇതുപോലത്തെ സിനിമകൾ പ്രോപ്പർ ടൈമിങ്ങിൽ പ്ലേസ് ചെയ്യാൻ പറ്റാൻ ഒരു പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വികൃതികൾ ഞാൻ അന്ന് കാണാൻ ചെല്ലുമ്പം സബ്സിഡി ഉണ്ട് ടിക്കറ്റിന്, മനസ്സിലായി? കാരണം അതിന് ടാക്സ് ഫ്രീ ആക്കുക. അങ്ങനെ ഈ ടാക്സ് ഫ്രീ ആക്കി ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമകൾ തിയേറ്റേഴ്സിൽ പ്ലേ ചെയ്യാനായിട്ട്. അല്ല, അതിന് എൻ്റെ വളരെ ഞാൻ പല്ലുട്ടി ടാക്സ് ഫ്രീ ട്രൈ ചെയ്തു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എൻ്റെ പൊന്നോ ടാക്സ് ഫ്രീ ആക്കല്ലേ, ടാക്സ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ആൾക്കാർ തിയേറ്ററോട് വരത്തില്ല. അവർ ചെയ്തു ഇതൊന്ന് ആർട്ട് സിനിമയാണ്, ഇല്ല ഇത് വെറുതെ കാണേണ്ട സിനിമയെന്ന് തോട്ട് അപ്പം തന്നെ ആൾക്കാർ അതിലേക്ക് വരുവാണ്. അപ്പം ഞാൻ പോസ്റ്ററിൽ പല്ലുട്ടിയിൽ സ്റ്റേറ്റ് അവാർഡ് വെക്കല്ലേ വെച്ചാൽ ആൾക്കാർ തിയേറ്ററിൽ വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു നേരത്തെ ഈ വെള്ളം കുടിക്കുന്ന സമൂഹം പോലെ എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ആയിപ്പോയി. അതല്ല, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് ഒരു സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടായിരുന്നു. ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി അത് കണ്ട് അത് അഭിപ്രായങ്ങൾ പുറത്തേക്ക് വന്നു, അത് കേട്ട് വരുന്നൊരു സ്പേസ്. ഇന്ന് അതില്ല. ഇന്ന് ഫസ്റ്റ് ദിവസം ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം കേട്ട് ആ സിനിമ തീരുമാനിക്കുകയാണ് ആ സിനിമ കൊള്ളത്തില്ലെന്ന്. മനസ്സിലായല്ലേ? കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ബേസിക്കലി കേരളത്തിൻ്റെ സമൂഹത്തിനെ നോക്കിയാൽ ഒരു കാലഘട്ടത്ത് നമ്മൾ ദൂരദർശനിലിരുന്ന് ചിത്രഹാർ, ചിത്രഗീതം കണ്ടിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. അന്ന് ഏതെങ്കിലും ഒരു പാട്ട് മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞായറാഴ്ചകളിൽ ഇറങ്ങിയ ഏതെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉൾപ്പെടെ മൊത്തം കാണാതെ എണീറ്റ് പോയിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ആസ്വാദന ശേഷി, മലയാള ജനതയുടെ ആസ്വാദന ശേഷിക്ക് പകരം നിരൂപക ശേഷിയായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ തർക്കിക്കും? അല്ല, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സിനിമയിലും വലിയ എൻ്റർടൈൻമെൻറ്റ് അവരുടെ കയ്യിലിരിക്കും മൊബൈലായിട്ട്. അപ്പോൾ ഒരു പോയിന്റിൽ അവർക്ക് അപ്പം തന്നെ നമ്മൾ ബാക്കിൽ നിന്ന് മനസ്സിലാവും ഒരു പടം ലാഗാണെങ്കിൽ താഴത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാ ലൈറ്റ്സും ഇങ്ങനെ ടിക്കെന്ന് പറഞ്ഞ് മൊബൈൽ കത്തും. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഈ സിനിമയ്ക്കൊരു മാജിക് ഉണ്ടായിരുന്നു. അതായത് നമുക്കിത് ഇങ്ങനെയാണ് ഈ സിനിമ, അതല്ലേ ആസ്വാദനം. ആ മാജിക്ക് പോയി. ആൾക്കാർക്ക് ഇപ്പോൾ അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്? ഓക്കെ, എല്ലാവരുടെ കയ്യിലും മൊബൈലിൽ ക്യാമറ ഇരിക്കണം, എല്ലാവരും എഡിറ്റിംഗ് ടൂൾ ഉണ്ട്, എല്ലാവരും ഡയറക്ടേഴ്സാണ്, എല്ലാവരും ഫ്രെയിം ആവും. ഞാനൊരു അവതാരം ഇറങ്ങുമ്പോൾ ഒരാൾ ഫോണിൽ സംസാരിക്കുക, ഫുൾ ആനിമേഷനടാ. ഇന്ന് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിലെ ആ ഒരു ആസ്വാദന ശേഷിയെ നിങ്ങളൊന്ന് ട്രിഗർ ചെയ്തെടുത്താൽ, അല്ലേ, അതൊന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അത് കറക്റ്റ് പോയിൻ്റാണ് ഷെഫേ. അത് എഡ്യൂക്കേറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. അത് കുട്ടികളിലും ആ എൻ്റർടൈൻമെൻ്റ് ഉണ്ടാവണം. എൻ്റെ ഒരു ഭയങ്കര രസമുള്ളൊരു സിനിമ ഇറങ്ങി.
എൻ്റെ ആനിമേഷൻ മൂവി, അപ്പം മലയാളത്തിൽ നിന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അത് പ്രിവ്യൂ ആണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ സിനിമയാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമായിട്ട് ഒരു VFX വെച്ച് സിനിമ ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ എൻ്റെ മക്കളെ മൊത്തം തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ലൈസൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ല. ഫ്ലാറ്റിലെ എല്ലാ കുട്ടികളും ഉണ്ട്, ഒരു 10 പേരുണ്ട്. അപ്പം ഞാൻ ബാക്കിൽ നിന്ന് ഞാൻ പടം കണ്ട് ഇവരുടെ റിയാക്ഷൻസ്. അപ്പോൾ ഇവരിങ്ങനെ ലൈസ് ചിരിക്കുന്ന പോലും ഇല്ല. ഞാൻ ചിരിച്ച സ്ഥലത്തൊക്കെ അവരിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ത്യയിൽ ചിങ്ങണ്ടാ കൊച്ചി ടീന്ന് ഒറ്റടി. അപ്പോൾ ഞാൻ ദൈവമേ, അങ്ങനത്തെ ഒരു ക്രൗഡൊക്കെ നമ്മൾ സിനിമയായിട്ട് ചെല്ലുന്നത്. ഇവർ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ട് ഇവരെ ഒന്നും എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. ഞാനത് പറഞ്ഞത് തിരിച്ചറിവുകളാണ്. കാരണം റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു വീഡിയോ ഉണ്ടോ എന്ന് കാണിച്ചു. ദൈവം വലിയൊരു സൈക്കോ ആണ്. ആ സൈക്കോയെ ഞാൻ വിശ്വസിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. കാരണം ദൈവം പാമ്പിനെ സൃഷ്ടിച്ചു, പാമ്പിനെ കൊന്നു തിന്നുന്ന പരുന്തിനെ സൃഷ്ടിച്ചു. അപ്പോൾ കൊലപാതകമാണ്. എന്തിനാണ് ഇത്ര, ഇവരെന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ ദൈവം ഇത്രയും വലിയ അതിന് മില്യൺ വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് നോക്കിയിട്ട് വേണ്ട, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളെ തന്തമാരിലടാ ഏറ്റവും വലിയ സൈക്കോ. അയാൾ ഈ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് ദുരന്തം പിടിച്ച സ്ഥലമാണ്, പിന്നെ നമ്മളെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടാണ്. പിന്നല്ലേ ദൈവത്തിന് തെറി വിളിക്കണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. ഷൈൻ വിത്ത് നളൻ. Acting or directing, which excites you? ആക്ടിങ്. One Malayalam film you wish you had made. ഉത്സവപ്പിറ്റേന്ന്. Favorite role you would have played so far? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ആദ്യ സിനിമയിലെ റോൾ തന്നെയാണ്. അതിന് എക്സൈറ്റ് ചെയ്യിച്ചിട്ടില്ല. ആ വില്ലനപ്പുറം എൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ, നമ്മുടെ മുമ്പിൽ നിന്നൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കളക്ടർ തന്നെയാണ്. സിനിമ, ആർട്ട് ഓർ ക്രാഫ്റ്റ്? ആർട്ടാണ്, ക്രാഫ്റ്റുമാണ്. താങ്ക് യു സോ മച്ച്. വിശേഷങ്ങളെല്ലാം നമ്മളിങ്ങനെ പങ്കുവച്ചതിൻ്റെ ഇടയിൽ കുടുംബം, ചേട്ടൻ, വൈഫ്, മക്കളൊക്കെ എത്ര പഠിക്കുക ഇപ്പം? മക്കളിപ്പം മൂത്താള് 8ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ പെൺകുട്ടിയാണ് ഐറ 3ാം ക്ലാസ്സിൽ. അപ്പം അവർ ഐറ ഖൽബ് എന്നാണ് ഐറയുടെ പേര്. കൽബ് സമയത്താണോ ജനിച്ചത്? അല്ല, ആ സമയത്താണ്. അല്ല, ഞാൻ മുമ്പേ ഇട്ടിരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ഖൽബ് എന്നുള്ള പേര്. അതെ. സിനിമകൾ ഇങ്ങനെ എക്സൈറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയോടുകൂടി, കാരണം ഒരു സിനിമ ചെയ്തു, 2 സിനിമ ചെയ്തു, 100ഓളം ആഡ് ഫിലിംസ് ചെയ്തു. അപ്പോൾ നമുക്ക് തന്നെ ഒരു സിഗ്നേച്ചർ ഓൾറെഡി ഉണ്ടല്ലോ സാധ്യത അല്ലേ? അതെ. എന്നിട്ടും നമ്മൾ ചെന്നൊരാളത്തെ സ്റ്റോറി പറയുമ്പോൾ അത് അയാൾക്ക് വർക്ക് ചെയ്തില്ല എന്നറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പം നിരാശ തോന്നാറുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ ചില ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കഥ പറയാൻ വേണ്ടി ഒരു ഫസ്റ്റ് എന്നൊരു ആർട്ടിസ്റ്റ് പറഞ്ഞു കേട്ടോ, പ്രൊഡ്യൂസറിൻ്റെത്. അപ്പോൾ ഞാൻ ചെന്നിരുന്നപ്പോൾ തന്നെ പുള്ളിട്ട് പറഞ്ഞു, എൻ്റെ മോള് നായിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ എൻ്റെ മോള് നായിക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ചേട്ടൻ കഥയൊന്ന് കേൾക്കുക, എന്നിട്ട് ചേട്ടൻ്റെ മോളത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അടുത്ത ഡെലിവറി വരുന്നു, ഒരു പണി ചെയ്യൂ, ഇയാൾ ടിക്കറ്റ് എടുക്കൂ, മോളിപ്പോൾ ദുബായിലുണ്ട്, ഇയാൾ പോയിട്ട് മോളെ കണ്ടു വരട്ടെ, അത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സിനിമ ചെയ്യണ്ട, മനസ്സിലായില്ലേ, ഇയാളുമായിട്ട് ഈ സിനിമ ചെയ്യണ്ട. ഇപ്പം അങ്ങനെ നമുക്ക് ദുബായിൽ പോയി പുള്ളിയുടെ മോളെ കണ്ടു വന്ന് സിനിമ ചെയ്യേണ്ട. ആ ആറ്റിറ്റ്യൂഡ് പുള്ളി എല്ലാത്തിലും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകും. നമ്മൾ അപ്രോച്ച് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക്, അപ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ചില്ല ഭാഗ്യത്തിന്. ഞാൻ പറഞ്ഞു ചേട്ടാ ബൈ നമുക്ക് ചേട്ടാ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നീറ്റ് വിട്ടു. പുള്ളി അങ്ങനെ ഞാനങ്ങനെ ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ നമുക്കങ്ങനെ ചെയ്യണ്ട, മനസ്സിലായില്ലേ. അങ്ങനെ എന്താ പറയുക, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. ഇൻസൾട്ട് ചെയ്യപ്പെടുക അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫേമസ് ഒരു കോസ്റ്റ്യൂം ഡയറക്ടർ പെൺകുട്ടിയാണ്, കുട്ടീനെ എന്ന് പറഞ്ഞു സാജിദ്, ഇന്നൊരാൾ പറഞ്ഞ് നിങ്ങൾ ഫുൾ ടൈം പിന്നെ സാജിദ് ഹിയാം ഭയങ്കര കഞ്ചാവാണ്, ലൊക്കേഷൻ കറക്റ്റ് സമയത്ത് വരത്തില്ല, ആർട്ടിസ്റ്റൊക്കെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിയിട്ട് ചോദിച്ചു നിങ്ങൾ സാജിദിനെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളിൽ ആരോ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പരിചയപ്പെടുക, അല്ലാതെ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ആളല്ല എന്ന് ഞാൻ തിരുത്തിയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പുള്ളിക്കാരി പറയുമ്പോൾ ഞാൻ ചിരിച്ചിട്ട് അപ്പോൾ സാജിദ് ഒന്ന് പുള്ളി ഒന്ന് വിളിക്കാം. അപ്പം ഞാൻ തന്നെ പുള്ളി വിളിച്ച് പറയേണ്ട സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ, എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കഴിയുന്ന അതിനുശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പുതിയ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമ ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ സിനിമയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഭയങ്കര റോൾ ആദ്യമേ പുള്ളി ഈ ഡയറക്ടർ എൻ്റെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം പുള്ളി എനിക്ക് ആദ്യം പറഞ്ഞത് ഈ റോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ആ റോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി പ്രിപ്പയർഡ് വരുന്ന റോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇദ്ദേഹമാണ് അവസാനം ആ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഇവൻ വേണ്ട,
എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പം അന്ന് ഞാൻ ചിലപ്പോൾ തിരുത്തിയത് ചിലപ്പോൾ നടന്നതെന്ന് നോക്കി പിന്നെ തോന്നി ഞാൻ അങ്ങനെ നമ്മൾ തിരുത്തേണ്ട ആവശ്യം നമുക്ക് വിധിച്ചാണെങ്കിൽ നമുക്കത് കിട്ടും, നമുക്ക് വിധിക്കാത്തതാണ് അതുകൊണ്ടാണ് കിട്ടാത്തത്. അവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല, നിൻ്റെ ഫസ്റ്റ് സിനിമയിൽ നീ പടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇനിയിപ്പം എന്നെ നീ ഇപ്പോൾ പ്രഷർ ചെയ്ത് കയറ്റിയാൽ പോലും പിന്നെ പുള്ളി ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാത്തിനും പുള്ളി ചിലപ്പോൾ അത് ചിലപ്പം വീണ്ടും എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ അപ്പുറത്തെ റിയാക്ഷൻ അങ്ങോട്ട് ഇടുകയും ചെയ്യും. അതാണ് പറഞ്ഞ് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് ഞങ്ങൾക്കത് ഒരുപാട് ഞാൻ പറഞ്ഞേ ഈ ഇൻസൾട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന ആൾക്കാർ പറയുന്നിടത്താണ് നമുക്ക് പവർ കയറുന്നത്. അത് ചെയ്ത് കാണിക്കണം എന്നുള്ള തോട്ട് എനിക്ക് എപ്പോഴും വരാറുള്ളത്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇടി എന്നുള്ള സിനിമ ഞാൻ വേറൊരു ഒരാളാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ എഴുത്താണ്, ഇന്ന് വലിയൊരു ആർട്ടിസ്റ്റ് ഡേറ്റ് തന്നതാണ്. ആ സമയത്ത് ഈ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ നീ ഒരു റോൾ അഭിനയിച്ചോളൂ, നിൻ്റെ പേര് കഥയുടെ ഐഡിയ എന്ന് പറഞ്ഞ് വെക്കും, തിരക്കഥ നമുക്കൊരു പുതിയ ഒരു വലിയ ഫേമസ് ഒരാളുടെ പേര് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. അന്ന് നടന്നു പറഞ്ഞാൽ ഞാൻ ചിലപ്പം അന്ന് വലിയ സ്റ്റാറിനെ വെച്ചാൽ പടവും ചെയ്യാൻ പറ്റിയാൽ പുള്ളി സ്റ്റാറിനകത്ത് ഇൻവോൾവ് ഡയറക്ടറായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ബ്രോ അത് നടക്കത്തില്ല, ഇത് ഞാൻ എഴുതിയത്. അപ്പോൾ ഞാൻ ആരെഴുതി ഞാൻ പറഞ്ഞു ഞാൻ എഴുതി പറഞ്ഞു. അപ്പം അത് നീ ഇതിൽ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു താങ്കൾ വല്ലതും മുമ്പ് ചെയ്തിട്ടുണ്ടോ? താങ്കൾ രണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും, അതല്ലല്ലോ നിങ്ങളും സിനിമയൊന്നും ഡയറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ. പുള്ളിക്ക് റിട്ടേഷനായി, മനസ്സിലായില്ലേ? അതോടെ അവിടെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ, ഒരുപാട് വലിയ വലിയ ഓഫറുകൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്വാളിറ്റി അല്ല എഹിയ എന്നൊരു പറഞ്ഞില്ല, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളുടെ മകനാണ് ഞാൻ. അപ്പം ഞാൻ എന്ത് ആ ഒരു ഇത് കാണിക്കും, മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് അഹങ്കാരം ഒന്നും അല്ല കേട്ടാ. നമ്മൾ അത്രത്തോളം സെൽഫ് റെസ്പെക്ട് ഉറപ്പായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ബിപിൻ ജോർജും പറഞ്ഞു സെൽഫ് റെസ്പെക്ട് വിറ്റിട്ടുള്ളൊരു കാര്യം 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും. പറ്റില്ല, നമുക്കത് പറ്റില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഹോണ്ടിയും ചെയ്യും. ഇപ്പം ഖൽബ് നമ്മൾ ആദ്യം ചെയ്യേണ്ട വേറെ ആർട്ടിസ്റ്റിന് വലിയ സെറ്റപ്പിൽ ചെയ്യേണ്ട സിനിമയാണ്, മനസ്സിലായില്ലേ? അത് ഞാൻ ഇപ്പം ഖൽബ് ചെയ്ത സെറ്റപ്പ് കുറയുന്നില്ല, പക്ഷെ അതും നമുക്ക് ഈ സിനിമ ഇപ്പം നമ്മുടെ സിനിമയാണ്, നമ്മൾ ഉണ്ടാക്കിയൊരു കഥ, നമ്മൾ ഉറക്കമില്ലാതെ ഉണ്ടാക്കിയൊരു സിനിമ കഥ, നമ്മൾ ഉറക്കമില്ലാതെ പ്രൊഡ്യൂസേഴ്സിനെ പിച്ച് ചെയ്തുണ്ടാക്കിയ കഥ. അതൊരു ആർട്ടിസ്റ്റ് സിനിമ ചില സജഷൻസ് നമുക്ക് പറ്റത്തില്ലായിരിക്കും, നമ്മൾ നടക്കത്തില്ല. ഇപ്പം സജഷൻസ് ഫുൾ നമ്മൾ കേൾക്കത്തില്ലെന്നല്ല, സജഷൻസ് കേൾക്കാം. അത് ചിലപ്പോൾ ചില ആൾക്കാർ വളരെ റിലവൻ്റ് ആയിട്ടുള്ള സജഷൻസ് പറയും, അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സജഷൻ നമ്മൾ ആർക്കും വേണ്ടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്രൊജക്റ്റ് നടക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല, ഇനി ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? ഇപ്പം ആദ്യ സിനിമകളൊക്കെ ചെറിയ ചെറിയ സജഷൻസ് നമുക്ക് ചിലപ്പോൾ വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആദ്യത്തെ സിനിമകളുണ്ടായതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് പിന്നെ ആലോചിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു നമുക്ക് 100 പ്രാവശ്യം തോന്നും. അത് ഇനി തോന്നരുത്. ഇനി തോന്നിയാൽ നമ്മുടെ കാരണം നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ ഒരു ഹാഫ് കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിക്കുകയാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വളരെ ഒരു ചെറിയ സ്റ്റൈലിൽ ഇവിടെ വന്ന ഒരാളാണ്. അവിടെ ഞാൻ ഓരോ സിനിമകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇടി ചെയ്തിട്ടാണെങ്കിലും മോഹൻലാൽ ചെയ്തിട്ടാണെങ്കിലും ഖൽബി ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, പല്ലുട്ടി, എല്ലാത്തിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പുതിയ സിനിമയിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു സിനിമയിൽ സബ്ജക്റ്റിൽ പറയുന്ന നോക്കുക, അല്ലാതെ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായത്? നമ്മുടെ കുട്ടിയാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത. താങ്കളുടെ സിനിമയ്ക്കകത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം മഞ്ജു ചേച്ചി ചെയ്തൊരു മോഹൻലാൽ മൂവി തന്നെ ആണെങ്കിൽ എന്തുകൊണ്ട് അതുപോലത്തെ മൂവീസ് ഇനിയും പ്രതീക്ഷിക്കാവോ? ഉറപ്പാണ് അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇപ്പം ഞാൻ സ്ത്രീ ഫുൾ പെണ്ണുങ്ങളാണ്. അതായത് ഉർവശി, ബിന്ദു പണിക്കർ, വിൻസി അലോഷ്യസ്. എനിക്ക് ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ സസ്പെൻസ് ആണ്. അതൊരു ഭയങ്കര രസമുള്ള ഒരു അതിന്റെ പ്രൊഡക്ഷൻ ഓൺ ആയോ? അതിന്റെ പ്രൊഡക്ഷൻ ഓൺ ആയതാണ്. പിന്നെ ചെറിയ പ്രശ്നം വന്നിട്ട് അത് ഇതേപോലെ സജഷൻസ് അല്ല, ഒരിക്കലല്ല. അതൊരു ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ അവർക്ക് ആർട്ടിസ്റ്റിനെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് പറ്റില്ല. ഞാൻ പറഞ്ഞത് ഞാൻ അവരോട് കമ്മിറ്റ് ചെയ്തതാണ്, ഞാൻ അവരുമായിട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവർ മുമ്പ് ചെയ്ത എന്ത് സിനിമയിൽ എന്ത് പ്രശ്നമാണ് പറഞ്ഞില്ല. എൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് താങ്കളെപ്പോലത്തെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഇത് കണക്കത്തെ പലരുടെയും ഈഗോ ക്ലാഷസും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അവിടെ നിന്ന് വിളിച്ച് പറയുന്ന അവന് കൊടുക്കരുത്, ഇവിടെ നിന്ന് കൊടുക്കുക, അപ്പം ഇങ്ങനെ നല്ല മൂവീസ് ഇല്ലാണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും വളരെ ഫിൽറ്റേർഡായിട്ട് വളരെ ക്വാളിറ്റി ഓറിയൻറ്റഡ് വളരെ പ്രൊഫഷണലിസം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക ആസ് ഓഫ് നൗ ഇൻഡസ്ട്രിയിൽ. എന്താ പടങ്ങളാണ് നമുക്ക് അല്ലേ? അപ്പം അദ്ദേഹത്തിനെ പോലത്തെ ഒരു ലെജൻഡ് താങ്കളുടെ കഴിവുകളും തിരിച്ചറിഞ്ഞ് താങ്കളെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ചേർത്ത് പിടിക്കാം. ഞാൻ പിടിക്കുന്നില്ല എന്നല്ല, അടുത്ത ലെവലിൽ. കാരണം എനിക്കറിയാവുന്ന സാജിദ് ദഹിയ ഇത്രയും ഇപ്പോൾ താങ്കളൊരു ഇത്രയും മൾട്ടിപ്പിൾ ടാലൻറ്റ് താങ്കൾക്കൊരു ബ്ലെസ്സിങ് അല്ലേ? ശരിയല്ലേ? നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നമാണ് ലാലേട്ടനിലെ നമുക്ക് വെച്ചിട്ട് പടം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിന് ഇനിയും ഒരുപാട് നമ്മൾ ഷേപ്പ് അപ്പ് ആകാനുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത് എന്നൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ല? പക്ഷേ ഈ സ്റ്റോറി പറയാൻ പറ്റിയിട്ടില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്, ഇനിയും ട്രൈ ചെയ്യും. കീപ് ട്രൈ ചെയ്യും. ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കും. ഞാൻ എപ്പോഴും നമുക്ക് ലാലേട്ടനൊക്കെ മെസ്സേജ് അയക്കും. ലാലേട്ടനെ
ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാറില്ല, പക്ഷെ മമ്മൂക്കാക്ക് എപ്പോഴും ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് ഇതേപോലെ നമുക്ക് ഇന്റലിജന്റ് കഥ. ഞാൻ റീസെൻ്റ്ലി കണ്ടായിരുന്നു. വളരെ അടിപൊളി, ഇൻസ്പയറിംഗ് അടിപൊളി, പേഴ്സണാലിറ്റി. അടിപൊളി. ഒരുപാട് സന്തോഷം. താങ്ക് യു ഒരുപാട് സോ മച്ച് സന്തോഷം, ഫോർ ബീങ് ശരി. ഓൺ അവർ Okay. പോഡ്കാസ്റ്റ്. ഒരുപാട് വിശേഷങ്ങൾ, നല്ല നല്ല സിനിമകൾ, നല്ല നല്ല അഡ്വർടൈസ്മെൻറ്റുകൾ, നല്ല നല്ല ചൈതന്യപൂർണ്ണമായ കലാപൂർണ്ണമായ സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് this is Shine with Nalla. Thank you so much. Thank you. Cinema is not just storytelling. It's dedication, risk and belief. Sajid Dahiya, thank you for bringing multifaceted voice to Malayalam cinema, on screen and behind it. This is Shine with Nalin. Not to impress, but to express. Thank you so much. Thank you.